സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗ്ഗത്തിലെ കർത്താവ് ഇന്ന് പകൽ നമുക്കായി തന്ന ആ ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത്, സ്നേഹത്തെ ഓർത്ത്, കരുതലിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. സ്തോത്രം. നമ്മുടെ അമികാലയെ സ്തോത്രം സകല വിഷയത്തിനകത്തും, നമ്മുടെ ഏത് പ്രതികൂലത്തിനകത്തും, ഏത് പ്രതിസന്ധികളകത്തും ദൈവത്തിന് മാത്രമേ മറുപടി നൽകുവാൻ കഴിയത്തുള്ളെന്ന് ഉറപ്പോട് നമ്മൾ ദൈവസ്ഥനിൽ ഇരിക്കുന്നുവെങ്കിൽ നിശ്ചയമായി കർത്താവ് ആ വിഷയത്തിനകത്ത് മറുപടി അയക്കും. ഇന്ന് കർത്താവ് ഇന്ന് പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞ ശക്തമേറിയ ദൈവത്തിന്റെ ദൂത, ഇന്ന് എന്റെ ദൈവം എനിക്കൊരു സ്പെഷ്യൽ ഡേ തന്നിരിക്കുന്നു. ഒരു സ്പെഷ്യൽ ഡേ ആയി എന്റെ ദൈവം ഇന്ന് എന്നെ മാറ്റും, എന്നെ അനുഗ്രഹിക്കും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയത്തിനകത്തും ഒരു സ്പെഷ്യൽ ഡേ ആക്കി സ്വർഗ്ഗത്തിലെ ദൈവം ഇന്ന് പകൽ എന്നെ മാറ്റും, എന്നെ അനുഗ്രഹിക്കും എന്ന് പൂർണ്ണ ബോധ്യത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, അമികാലിലെ പൂർണ്ണ വിശ്വാസത്തോടെ ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് നിശ്ചയമായി ഇന്ന് പകൽ ദൈവം ഒരു സ്പെഷ്യൽ ഡേ ആക്കാം എന്ന് പറഞ്ഞാൽ, കർത്താവ് നമ്മളെ കൊണ്ടുവന്നത് തന്നെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. കർത്താവ് നമ്മളെ വിളിച്ചത് തന്നെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഒരു യോഗ്യതയും ഇല്ലാത്തടുത്തുന്ന ആര് വിളിച്ചത്? കർത്താവ് നമ്മളെ വിളിച്ച് കൊണ്ടുവന്ന് ഓരോ ദിവസവും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തലമുറകളെയും ആര് പോറ്റുന്നത്? കർത്താവ് പോറ്റുന്നത്. അതിന് എത്ര ദൈവത്തിന് നന്ദി പറഞ്ഞാലും, എത്ര ദൈവത്തെ സ്തുതിച്ചാലും, എത്ര ദൈവത്തെ മഹത്വപ്പെടുത്തിയാലും തീരത്തില്ല. അത്രമാത്രമാണ് കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നത്. സ്തോത്രം. ഒരു കണ്ണിലേക്ക് ശ്രമണി പോലെ നമ്മളെ കരുതുന്നു കർത്താവ്. അവൻ കരുതുന്നോണ്ടാണ് ശത്രു നമ്മളെ എന്ത് ചെയ്യാത്തെ ജയിക്കാൻ പറ്റാത്തത്. ശത്രു നമ്മളെ തകർക്കാൻ ഒരു നിമിഷം മതി നമ്മൾ. പക്ഷേ ശത്രുവിന് നമ്മളെ തകർക്കുവാൻ കഴിയാത്തതിന്റെ മെയിൻ കാര്യം എന്തുവാ? കണ്ണിലെ കൃഷ്ണമണി പോലെ ആര് കാത്തുക? കർത്താവ് നമ്മളെ കാക്കുക. കർത്താവ് നമുക്ക് ഇമ്പോർട്ടൻസ് തരുക. കർത്താവ് നമുക്ക് ഒരു സ്പെഷ്യൽ വ്യക്തിയായിട്ട് നമ്മളെ കാണുക. അതുകൊണ്ടാണ് ശത്രുവിന് പലപ്പോഴും നമ്മളെ എന്ത് ചെയ്യാൻ പറ്റേ? തകർക്കാൻ പറ്റേ. നമുക്കെതിരെ എല്ലാം പലരും സംസാരിക്കുന്നുണ്ട്. പലരും നമ്മുടെ വീഴ്ച ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുക. വീണിട്ട് വേണം അവർക്ക് വന്ന് ബാക്കി സംസാരിക്കാൻ. പക്ഷേ ദൈവം അതിനെന്ത് ചെയ്യുന്നില്ല. അതിനുള്ള സമയം അല്ലെങ്കിൽ അതിനുള്ള അവസരം ആരും കൊടുക്കുന്നില്ല. കർത്താവ് കൊടുക്കുന്നില്ല. കാര്യം എന്തുവാ? ഞാൻ കർത്താവിന് സംതിങ് സ്പെഷ്യൽ ആണ്. അമ്മേ മിതമകളെ ഓർത്തോണം, ഞാൻ കർത്താവിന്റെ സ്പെഷ്യൽ. അതുകൊണ്ടാണ് എന്റെ ശത്രു എന്റെ ഫ്രണ്ടിൽ ജയഘോഷം പറഞ്ഞുകൊണ്ട് വരാൻ ദൈവം അനുവദിക്കാത്തത്. അവനിപ്പോ രഹസ്യമായിട്ട് പറയുന്നെങ്കിൽ അവൻ പരസ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പരസ്യമായിട്ട് പറയിപ്പിക്കാത്തതിന്റെ കാര്യം എന്തുവാ? ഞാൻ ദൈവത്തിന് സ്പെഷ്യലായ ഒരു വ്യക്തിയാണ്. ഇന്ന് ആ പൂർണ്ണ ബോധ്യത്തോടെ പ്രാർത്ഥിച്ച് ദൈവസ്ഥനിൽ ഇരിക്കുന്ന ദൈവമക്കൾക്ക് നിശ്ചയമായി ദൈവത്തിന്റെ മഹത്വവും അനുഗ്രഹവും ദൈവം നിശ്ചയമായി ദൈവം നൽകും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. സ്തോത്രം. ഒരു വചന ഭാഗത്തിലേക്ക് നമുക്ക് വരാം. നമുക്ക് മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ ഒരാൾക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 22-ന്റെ 1 മുതൽ ഒരാൾ ശക്തമായി. സ്തോത്രം. 1, യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ, ദൈവജനത്തെ പഠിപ്പിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിനകത്ത് നമുക്ക് ഒരു ഉപമ പറഞ്ഞാൽ പഠിപ്പിക്കുന്നു. എന്നൊരു ഉപമ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ, പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ഉപമ തരുന്നത്. കർത്താവ് നമുക്ക് ഉപമ തരുന്നത്. സ്തോത്രം. കർത്താവ് നമുക്ക് ഉപമ തരുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം പെട്ടെന്ന് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റണം. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മനസ്സിലാക്കാൻ പറ്റണം. അതിനു വേണ്ടിയാണ് ആ ഉപമ തരുന്നത്. കർത്താവ് നമുക്ക് ഉപമയോട് സംസാരിച്ചു. സ്തോത്രം. ചില ഉപമ കേൾക്കുമ്പോൾ ചിലപ്പോൾ ദൈവം അതിനെ കട്ടിയായിട്ട് സംസാരിച്ചായിരുന്നെങ്കിൽ അത് മനസ്സിലാവത്തില്ല. ലളിതമായിട്ട് സംസാരിക്കാൻ വേണ്ടി കർത്താവ് ചെയ്ത് ഉപമകൾ ചെയ്തു. സ്തോത്രം. ഉപമകൾ ചെയ്തു. ആ ഉപമയോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. കർത്താവ് ഈ ഉപമ പറയുന്നത് ഒരു കല്യാണ വിരുന്നിന്റെ ഉപമയാണ്. യേശു പിന്നെ അവരോട് ഉപമകളായി പ്രസ്താവിച്ചത് സ്വർഗ്ഗരാജ്യത്തിൽ വായിക്കാം. സ്വർഗ്ഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണസദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്കോ വരുവാൻ മനസ്സായില്ല. സ്തോത്രം. 1, കർത്താവ് ഒരു ഉപമയായി സ്വർഗ്ഗരാജ്യവും ബന്ധപ്പെടുത്തി കർത്താവും ദൈവമക്കളും നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം ഒരു ഉപമ പറഞ്ഞിരുന്നു. സ്വർഗ്ഗരാജ്യത്തിൽ നമ്മൾ ആരാണ്, ദൈവത്തിന്റെ മക്കൾ നമ്മൾ ആരാണെന്നും നമ്മളൊക്കെ എന്താണ് സ്തോത്രം ദൈവം വെച്ചിരിക്കുന്നതെന്നുള്ള ഒരു ഉപമയായിട്ട് പറയുക. സ്തോത്രം. ഒരു രാജാവ് അവന്റെ പുത്രനെ കല്യാണ വിരുന്നൊരുക്കി ക്ഷണിച്ചു.
അനേകരെ ക്ഷണിച്ചു. പക്ഷേ അവരൊന്നും ഇവിടെ വന്നില്ല, കല്യാണത്തിന് വന്നില്ല. സ്തോത്രം. ഇന്ന് ദൈവവചനം അനേകരുടെ പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞ എല്ലാവരും ആരുടെ വരുന്നില്ല, കർത്താവിന്റെ സന്നിധിയിൽ വരുന്നില്ല. അപ്പോഴേ ഞാൻ നേരത്തെ നിങ്ങളോട് ആദ്യം പറഞ്ഞ പോലെ നമ്മൾ കർത്താവിന് സ്പെഷ്യലാണ്. നമ്മൾ ആരെ? കർത്താവിന് സ്പെഷ്യലാണ്. കർത്താവിന് നമ്മളെപ്പോഴും സ്പെഷ്യലാണ്. നമ്മൾ സ്പെഷ്യൽ ആയതുകൊണ്ടാണ് അനേകർ നമ്മളെ മധ്യയിൽ ഉണ്ടായിട്ട് അവർക്കൊന്നും കിട്ടാത്തൊരു സൗഭാഗ്യം ആർക്ക് കിട്ടിയത്? നമുക്ക് ലഭിച്ചു. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരിടത്ത് സംസാരിച്ചപ്പോൾ നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത കേട്ടു. സ്തോത്രം. കന്യാസ്ത്രീമാരെ 2 പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി, അവരെ തല്ലി അറസ്റ്റ് ചെയ്തുകൊണ്ടു. സ്തോത്രം. കുറെ BJP ആമികാലല്ലേ സ്തോത്രം വ്യക്തികൾ വന്നു, സഹോദരങ്ങൾ വന്നു. സ്തോത്രം. സഹോദരനെ വിളിക്കുന്നത് അവരുടെ പ്രവൃത്തി കൊണ്ടല്ല, സ്തോത്രം നമ്മൾ മേൽ കർത്താവ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത്. സ്തോത്രം. അവരെ വന്ന് സ്തോത്രം ഇനി തല്ലും എന്നെല്ലാം പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി അവരെന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്യിച്ചു. ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം. ഈ കടന്നു വന്നിരിക്കുന്ന ഈ സഹോദരിമാരുടെ കാട്ടി ഭയങ്കര ചങ്കൂറ്റമുള്ളവന്മാരായി ക്രിസ്ത്യൻസിനകത്ത് കിടക്കുന്ന ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കാട്ടി അപമാന ചങ്കൂറ്റമുള്ളവന്മാർ. വെട്ട് അടിക്കടി എല്ലാം പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതിന് അതിനപ്പുറത്തെ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവർ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു കൊടിയോ പാർട്ടിയോ എല്ലാം വേണം. കൊടിയോ പാർട്ടിയോ വേണം. പക്ഷെ ഇതിനകത്ത് കിടക്കുന്നവർക്ക് പാർട്ടിയോ കൊടിയോ ഒന്നും വേണ്ട. ഒറ്റയ്ക്ക് ഇറങ്ങി വന്ന് ചെയ്യാനുള്ള ചങ്കൂറ്റമുള്ളവന്മാരാണ് ഇവരെല്ലാം ഇതിനകത്ത്. പക്ഷേ ഇവരെ പോലെ പ്രതികരിക്കാത്തതിന്റെ കാര്യം യേശു എന്ന സ്നേഹം അവർ അനുഭവിക്കുന്നു. യേശു അവരുടെ ഉള്ളത്തിൽ വന്നതുകൊണ്ട് അവർ ഇവരെ പോലെ എന്ത് ചെയ്യാതെ പ്രതികരിക്കാതെ. ഇവർ പേടിച്ചുറിയായിട്ടല്ല, ഇവർക്ക് പേടി ഉണ്ടായിരുന്നെങ്കിൽ ഇവര് വരുമെന്ന് പറയുമ്പോഴെന്ത് ചെയ്യും? എല്ലാം കൂട്ടിയോട് ഇവർ ഓടിപ്പോവാതെ അതിനെ നേരിടാൻ അവിടെ ചങ്കൂറ്റത്തോട് നിൽക്കുന്നതിന്റെ കാര്യം എന്തുവാ? അവർക്ക് പേടിയില്ല. ഇവർ സംസാരിക്കുന്ന സംസാരത്തിനനുസരിച്ച് തിരിച്ച് സംസാരിക്കാൻ ഇവർക്ക് അറിയില്ലായതുകൊണ്ടല്ല ഇവരത് സംസാരിക്കുന്നില്ല. കാര്യം എന്തുവാ? യേശു അവരുടെ ഉള്ളത്തിനകത്ത് വെളിപ്പെട്ടപ്പോൾ ആ ജഡീകമായ പൈശാചികമായുള്ള സംസാരത്തിന് അവരെന്ത് ചെയ്തു? മാറി. അതുകൊണ്ടാണ് സംസാരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടൊന്നും. സ്തോത്രം. ഞാൻ ഓർക്കുക, നമ്മളെല്ലാം രക്ഷിക്കപ്പെടുന്ന മുമ്പേ, രക്ഷിക്കപ്പെടുന്ന മുമ്പേ, കർത്താവിനെ അറിയുന്ന മുമ്പേ നമ്മളെല്ലാം കാണിച്ചിട്ട് ഒരു ഭാഗവരൊന്നും കാണിക്കുന്നു. സ്തോത്രം. ഇവന്മാർക്ക് കൊടി വേണം, ആള് വേണം. നമുക്ക് കൊടിയൊന്നും വേണ്ട, വീട്ടിൽ നിന്ന് വലിച്ചിറക്കിക്കൊണ്ട് നമ്മൾ പുറത്തു കൊണ്ടുവരും. സ്തോത്രം. അത്രയ്ക്ക് ഞങ്ങൂട്ടത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്ന കാര്യം എന്തുവാ? ഇത് ദൈവസ്നേഹമാണ്. ഇവൻ പറയുക ഇതിനെതിരെ ഇവരെ മതം മാറ്റി. അതായത് മതം മാറ്റുന്ന മാർഗമല്ല. ഒരു കാര്യത്തിന് ഞാൻ പച്ചയ്ക്ക് പറയുന്നത്, മതം മാറ്റുന്ന മാർഗമല്ല. ഒരു മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന കടിച്ചു കീറുന്ന സിംഹത്തിന്റെ അല്ലെങ്കിൽ കടിച്ചു കീറുന്ന പൈശാചിക മണ്ഡലത്തെ മാറ്റി ദൈവസ്നേഹം എന്നൊന്ന് പഠിപ്പിക്കുന്ന മാർഗമായിരുന്നു യേശു കർത്താവ്. അതുകൊണ്ട് പ്രതികരിക്കാതെ പേടിയായിരുന്നു. നമ്മൾ എന്ത് ചെയ്ത് അവർ വരുന്നെന്ന് പറയുമ്പോഴേ അടച്ചുകൂട്ടി പോകും. പേടിയില്ലാത്ത എന്തുകൊണ്ടാണ്? ചങ്കൂട്ടോടെ നിൽക്കുന്നുണ്ട്. ഇത്രയും പേര് കിടന്ന് അലച്ചിട്ട് ഒരു പേടിയില്ലാതെ നിൽക്കുന്നതിന്റെ കാര്യം എന്തുവാ? യേശുവിന്റെ സ്നേഹം ഉള്ളിൽ അനുഭവിക്കുന്നുണ്ടാണ്. യേശുവിന്റെ സ്നേഹം ഉള്ളിനകത്ത് അനുഭവിക്കുന്നവർ എന്നുണ്ടാവത്തില്ല, ഭയവും ഭീതിയും ഉണ്ടാവത്തില്ല. ഇവൻ പറയുക ഇത് ചെയ്യല്ലെന്ന് പറയുമ്പോൾ നമ്മൾ 10 ചെയ്യും. സ്തോത്രം. കാര്യം എന്തുവാ? നമ്മളെ മേൽ ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ സ്തോത്രം, അയാൾ എന്നോട് പറഞ്ഞു സ്തോത്രം മതം മാറ്റുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ മതം മാറ്റുന്ന പരിപാടിയൊന്നും നമുക്കില്ല. വെള്ളമടിച്ച് റോഡിൽ കിടക്കുന്ന ഒരുത്തൻ അല്ലെങ്കിൽ രോഗിയായിട്ട് ആർക്കും വേണ്ടാതെ കിടക്കുന്നവനെ യേശു ക്രിസ്തു സൗഖ്യമാക്കി കൊണ്ടുവരുമ്പോൾ അവൻ എപ്പോഴും ചെയ്യും പിന്നത്തെ സമാധാനത്തിന് വേണ്ടി അവൻ ആഗ്രഹിക്കും. ആ സമാധാനം എന്തുവെന്ന് തേടി വരുമ്പോഴാണ് അവൻ യേശു ക്രിസ്തുവിനെ മനസ്സിലാവും. അവനെ മനസ്സിലാവും ഇതാ സത്യമാർഗം, ഇതിലേക്ക് നമുക്ക്. അല്ലാതെ ഒരുത്തനെ മാറ്റിയെടുക്കുന്ന പരിപാടി ഒന്നും നമുക്കില്ല. അവൻ സ്വയമേ തീരുമാനിക്കുന്നതാ. കാര്യം എന്തുവാ? ഇതിൽ പോയാലേ എനിക്ക് എന്റെ തലമുറയ്ക്ക് സമാധാനം ഉണ്ടാകത്തുള്ളൂ, സന്തോഷം ഉണ്ടാകത്തുള്ളൂ. കാര്യം എന്തോ? ഇത് സ്നേഹത്തിന്റെ മാർഗമാണ് പഠിപ്പിക്കുന്നത്.
ഇത് അക്രമത്തിന്റെ മാർഗമല്ല പഠിപ്പിക്കുന്നത്. ഇത് വാളെടുക്കുന്നവന്റെ വാള് മാറ്റിവെച്ച് അവനെ സ്നേഹിതനായി കാണേണ്ട മാർഗമാണ് പഠിപ്പിക്കുന്നത്. നേരത്തെ നമ്മൾ കേട്ടത് ദൈവത്തിന്റെ വചനമുണ്ട്. എന്തു പറഞ്ഞേ? നിന്നെ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന, നമ്മൾ ഓരോരുത്തരും നമ്മളെ സ്നേഹിക്കുന്ന അതേപോലെ അയൽക്കാരനെ സ്നേഹിക്കണം. അത് പഠിപ്പിച്ചു കൊടുക്കുന്ന മാർഗമാണ്. അല്ലാതെ ഞാനും എന്റെ കുടുംബം മാത്രം എന്റെ ദേശത്ത് അനുഗ്രഹപ്പെട്ടാൽ മതി, അല്ലാതെ തൊട്ടുള്ളവരെല്ലാം നശിച്ചു പോട്ടെ എന്ന് ആഗ്രഹിക്കുന്ന മാർഗമാണത്. അങ്ങനെ പറയുന്ന മാർഗവുമായിട്ട് നീ നടക്കുന്നത്. പക്ഷേ ദൈവ ബൈബിൾ എടുക്കുന്ന ഒരു വ്യക്തി അങ്ങനത്തെ മാർഗത്തിനൊപ്പം പോകത്തില്ല. അവരെപ്പോഴും ദൈവസ്നേഹം. ഞാൻ ഓർക്കുക, ആ കന്യാസ്ത്രീക്ക് എതിരെ സംസാരിച്ച ഒരു സഹോദരിയെല്ലാം വലിയ വായിട്ട് സോഷ്യൽ മീഡിയ ഒറ്റ അടിക്കില്ല. സത്യം പറയാനെങ്കിൽ ഒരടിക്കില്ല. സ്തോത്രം. കുറെ വണ്ണവും വെച്ചുകൊണ്ടിരുന്ന് സംസാരിക്കുന്നതല്ല, അത് ഒരടിക്കില്ല. പക്ഷേ അത് ചെയ്യാത്തതിന്റെ കാര്യം എന്തുവാ? ഈ കാര്യത്തിനകത്ത് എന്തെടുത്തു? ബൈബിൾ എടുത്തു. ഇത് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന, സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന, അമികാലിലെ അക്രമങ്ങളെ മാറ്റി, ദുഷ്ടതകളെ മാറ്റി, അമികാലിലെ കുശുമ്പ് വസ്തുവിനെ മാറ്റി ദൈവത്തിന് വേണ്ടി ദൈവം എന്തോ പറഞ്ഞാലും ആ കർത്താവിനെ സ്തുതിച്ച് മറ്റുള്ളവരെ സഹോദരന് കാണുന്ന മാർഗത്തെ ഞങ്ങൾ സ്വീകരിച്ചത് കൊണ്ട്, ആ യേശു ഞങ്ങളുടെ ഉള്ളത്തിൽ വന്നതുകൊണ്ട് തിരിച്ചറിയാതെ ദൈവത്തിന്റെ വചനം യോശുവയോട് പറഞ്ഞു. എന്തു പറഞ്ഞു? നീ ഉറപ്പും ധൈര്യമുള്ളവരായി. സ്തോത്രം. ഞാൻ ഇന്ന് പകൽ ഒരു കാര്യം പറഞ്ഞിട്ട് വചനത്തിലേക്ക് വരാം. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ, സഭയ്ക്കകത്തുള്ള മാതാപിതാക്കൾ ശക്തമായിട്ട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു. ഒന്ന്, അവർക്ക് നല്ല വ്യക്തിത്വം. അതിന് എന്ത് ചെയ്യണം? ആദ്യം അവർ ദൈവവുമായിട്ട് ആഴമായ ബന്ധത്തിലേക്ക് അവർ കയറണം. നല്ല ബന്ധം ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ്ടാവും? നല്ല വ്യക്തിത്വം ഉണ്ടാവും, നല്ല ബുദ്ധി, ജ്ഞാനം, നല്ല സ്വഭാവം അവർക്കുണ്ടാവും. അപ്പൊ അവരാരുമായിട്ട് അടുക്കണം? ദൈവമായിട്ട് അടുക്കണം. ദൈവമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ ഈ ഉദാഹരണം പറഞ്ഞേ. സ്തോത്രം. വെട്ടാനും കുത്താനും അടിക്കാനെല്ലാം അവരുടെ വ്യക്തി നല്ലോണം അറിയാം. നിനക്ക് 10 പേര് വേണം, നമ്മൾ ഒറ്റയ്ക്ക് വന്നു, ഒറ്റയ്ക്ക് ഇറങ്ങി വന്ന് നമ്മൾ ചെയ്യും. സ്തോത്രം. പക്ഷെ ചെയ്യാത്തതിന്റെ കാര്യം യേശു നമ്മുടെ ഉള്ളത്തിൽ വന്നു. ആ സ്നേഹം കൊണ്ട് വെളിപ്പെടാൻ തുടങ്ങിയപ്പോ ഇതൊന്നും അല്ല ഞങ്ങൾക്ക് വലുത്, ഇതെല്ലാം ജഡത്തിനകത്തുള്ള ആഗ്രഹമാണ്. അവനെ നേടിയെടുക്കുന്നതാണ് ഞങ്ങൾക്ക് വലുത്, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങൾക്ക് വലുത്, അവനെ കരുതുന്നതാണ് ഞങ്ങൾക്ക് വലുത് എന്ന് പറഞ്ഞ കാര്യം എന്തുവാ? ഒരുവനെ ഉപദ്രവിക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന വേദന ഉപദ്രവിക്കാനല്ല ദൈവം വിളിച്ചേക്കുന്നത്, അല്ലയോ? അവനെ സ്നേഹിക്കാനാണ് വിളിച്ചേക്കുന്നത്. ആ സ്നേഹമല്ല ഞങ്ങളിൽ നിന്ന് വെളിപ്പെടുന്നതുകൊണ്ട് യേശു ഞങ്ങളുടെ ഉള്ളത്തിൽ ഉള്ളതുകൊണ്ടാണ്. സ്തോത്രം. അതുപോലെ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ ആരോട് അടുക്കണം? ദൈവത്തോട് അടുക്കണം. ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരോട് അടുക്കണം? ദൈവമായിട്ട് അടുക്കണം. ദൈവമായിട്ട് അടുക്കണം. നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വേറെ ഒന്നും അല്ല വേണ്ട, ദൈവമായിട്ട് അടുക്കണം. ദൈവമായിട്ട് അടുത്താൽ മതി. അവന്റെ പേര് പറയുമ്പോൾ അവൻ ദൈവത്തിന്റെ പേരിലാണെന്ന് പറയണം. ശക്തമായിട്ട് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ അവർക്ക് നല്ല വ്യക്തിത്വം ഉണ്ടാവും, നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും, നല്ല സ്വഭാവം ഉണ്ടാവും, മാതാപിതാക്കളെ കരുതുന്നവരാവും, അവരെ അനുസരിക്കുന്നവരാവും, അവർക്ക് വേണ്ടി കരുതി വെക്കുന്നവരാകും. അവരെയോട് നമ്മൾ മക്കളെ കെയർ ചെയ്യുന്നതിനായിട്ട് കൂടുതലായിട്ട് മാതാപിതാക്കളെ അവരെ കെയർ ചെയ്യുന്നവരാകും. അതിന് എന്ത് വേണം? ദൈവമായിട്ട് പഠിപ്പിക്കണം. മൂന്നാമത്, സ്തോത്രം, അവർക്ക് നല്ല കുടുംബജീവിതം കൊടുക്കണം. പ്രാർത്ഥിക്കണം. ഇപ്പോഴേ പ്രാർത്ഥിച്ചോണം. അവർ വിവാഹം കഴിയുമ്പോൾ നല്ല കുടുംബജീവിതം ആർക്ക് കൊടുക്കണം? നമ്മുടെ മക്കൾക്ക് ദൈവം കൊടുക്കണം. നല്ല കുടുംബജീവിതം അവർക്ക് ദൈവം കൊടുക്കണം. അതിനകത്ത് ഒരു തടസ്സവും ഉണ്ടാവില്ലേ. അവർക്ക് എന്ത് ചെയ്യണം? നല്ല കുടുംബജീവിതം, സമാധാനം, സന്തോഷം, ആത്മാവിൽ നിറയുന്ന കുടുംബജീവിതം അവർക്ക് എന്ത് ചെയ്യണം? അതിനുവേണ്ടി ഇപ്പോഴേ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളാവുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ ദൈവമായിട്ട് അടുക്കുന്ന എന്തെങ്കിലും ഇതെല്ലാം ആരും കൊടുക്കും. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? കർത്താവ് ആദ്യം എന്ത് ചെയ്യണം? എന്റെ രാജ്യം അന്വേഷിക്കുക. കർത്താവ് ബൈബിൾ അതിൽ പഠിപ്പിച്ചേ. എന്ത് പറഞ്ഞു? ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ രോഗം മാറണം, എന്റെ ക്ഷീണം മാറണം, എന്റെ മക്കൾ കളക്ടർ ആവണം, എന്റെ മക്കൾ ഡോക്ടർ ആവണം, മക്കൾ നേഴ്സ് ആവണം എന്നാണ് പറയുന്നത്. ആദ്യം കർത്താവ് പറഞ്ഞ കർത്താവിന്റെ രാജ്യം അന്വേഷിക്കുക. കർത്താവിന്റെ രാജ്യം അന്വേഷിക്കുക. സ്വതസ്നായ ഞങ്ങളെ നല്ല പിതാവേ, അവിടുത്തെ പോലെ ഇവിടെയും ആകണം. എന്ന് പറഞ്ഞാൽ എന്റെ ഭവനത്തിലാവണം. സ്വർഗീയ അനുഭവം പോലെ കർത്താവ് യേശുവിൽ ഇരിക്കുന്നിടത്ത് അവിടെ നടക്കുന്നത് പോലെ ഇവിടെ എന്ത് ചെയ്യണം? നടക്കണം. അത്രയ്ക്ക് ആത്മസാന്നിധ്യം എന്റെ ഭവനത്തിനകത്ത് എന്ത് ചെയ്യണം? വെളിപ്പെടണം. സ്തോത്രം. അപ്പോഴ് അത് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ദൈവഭയത്തുള്ള ജീവിതത്തിനകത്ത് എന്ത് ഉണ്ടാവത്തില്ല? ഡൈവോഴ്സ് ഉണ്ടാവത്തില്ല. ദൈവമക്കളുടെ കുടുംബജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല. ഇതൊന്നും ഒരു കുടുംബത്തിനകത്ത് എന്ത് ചെയ്യത്തില്ല? ഉണ്ടാവത്തില്ല.
സ്വതന്ത്രം. ഇന്ന് പല ബന്ധുക്കോസ് സഭയ്ക്കകത്തും ദൈവദാസന്മാർ ഭവനത്തിനകത്തെല്ലാം ചോദിച്ചിഹ്നമായിട്ട് നിൽക്കുന്ന പല വിഷയവും കാര്യം പഠിപ്പിക്കേണ്ട രീതി അവർ പഠിപ്പിച്ചില്ല. അവർക്ക് ജർമ്മനി വിടണം, അവർക്ക് സ്തോത്രം ലണ്ടനെ വിടണം, അവർക്ക് ഡോക്ടർ ആക്കണം, അവർക്ക് എഞ്ചിനീയർ ആക്കണം, അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ അവർ ദൈവമായിട്ട് അടുക്കുമെന്നുമല്ല അവർക്ക് പ്രാധാന്യം. ഇതെല്ലാം ആക്കിക്കൂ. ആദ്യം ആരുമായിട്ട് അടുക്കണം. ദൈവവചനം പറഞ്ഞിരുന്നു, എന്റെ രാജ്യം അന്വേഷിപ്പീൻ. എന്റെ രാജ്യം അന്വേഷിപ്പിക്കുമ്പോൾ അതിന്റെ പുറമെ ഇതെല്ലാം തന്നു. എന്റെ തലമുറ എന്ത് ചെയ്യത്തില്ല, ഒരിടത്തും ഇറക്കാൻ നിങ്ങൾ സമ്മതിക്കത്തില്ല. നിന്റെ തലമുറ ഒരിടത്തും ഒരു ചോദിച്ചിഹ്നമാവത്തില്ല. നിന്റെ തലമുറ ഒരിടത്തും പോയി കൈനീട്ടത്തില്ല. നിന്റെ തലമുറ അനേർക്കും വേണ്ടി കൊടുക്കുന്നവരായിരിക്കും. ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ സ്തോത്രമാലിൽ വലിയ വീമ്പാട്ട് പറയുമൊന്നുമല്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ചെറുപ്പം മുതൽ സ്തോത്രമാലിൽ ഫാമിലി ഉണ്ടാവുന്നുണ്ട്. ഞാൻ ദൈവസഭയ്ക്ക് സമർപ്പിച്ചതാ. യേശുവിന്റെ സ്നേഹം എന്റെ ഉള്ളത്തിൽ വന്നപ്പോൾ ഞാൻ സമർപ്പിച്ചതാ. എനിക്ക് ഫാമിലി ഉണ്ടെങ്കിൽ ആ ഫാമിലി മൊത്തം കർത്താവിന്റെ കരയിൽ. എനിക്ക് ആരൊക്കെ എത്ര തലമുറ തരുമെന്ന് എന്നോട് ദൈവം പറഞ്ഞില്ല. തലമുറ തന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ തലമുറ മുഴുവനും ആർക്ക് വേണ്ടി ചെയ്യും? ജനിക്കുന്ന മുമ്പേ, എനിക്ക് കല്യാണം കഴിക്കുന്ന മുമ്പേ ഞാൻ തീരുമാനിച്ചു. ദൈവസഭയിൽ പ്രാർത്ഥിച്ചൊരു വിഷയമാണ്, കർത്താവേ എന്റെ 3 തലമുറകൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 3 പേരെ ആർക്ക് വേണ്ടി ഏൽപ്പിക്കും? ഇനി സുവിശേഷം അറിയിക്കുന്നിടത്തല്ല എതിർപ്പും പ്രയാസമാണ്. അവരെ എങ്ങോട്ടാണ് ഞാൻ വിടുന്നത്? മരണത്തിലേക്കാണ് വിടുന്നത്. സ്തോത്രം. ഇന്ന് പ്രിയ ദൈവമക്കളെ, യേശുവിനെ അതിൽ ധരിച്ചൊരുവന് ഭയവും ഭീതിയില്ല. അതുകൊണ്ടാണ് നിന്റെ ഫ്രണ്ടിൽ വന്ന് ധൈര്യമായിട്ട് നിൽക്കുന്നത്. നിന്റെ വാളിന് കഴുത്ത് വെച്ച് തരുന്നതിന്റെ കാര്യമാണ്. നീ വാളുമായിട്ട് നിൽക്കുമ്പോൾ, നീ കുട്ടാനും അടിക്കാനും നിൽക്കുമ്പോൾ ഇതെല്ലാം കൊള്ളാൻ ബൈബിളുമായിട്ട് നിൽക്കുന്നതിന്റെ കാര്യം എന്തുവാ? യേശു എനിക്ക് ധൈര്യം തന്നിട്ടുണ്ട്, ധൈര്യം ഉറപ്പും. എന്റെ അത്രയും ധൈര്യം നിനക്കില്ല, ഈ ചെയ്യുന്നവരില്ല. ചെയ്യുന്ന ഭീരുവായോണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ വരുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ അവൻ ചെയ്യത്തില്ല. സ്തോത്രം. ധൈര്യം ഉറപ്പുകൊണ്ട് ദൈവം 3 കുഞ്ഞുങ്ങളെ തന്നു. 3 കുഞ്ഞുങ്ങളെ ഇതിലോട്ട് ഇറക്കി വിടാൻ പോകുന്നത്. കാര്യം എന്തുവാ? ഇതിലേക്ക് പോയിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഭയപ്പെടത്തില്ല. കാര്യം എനിക്ക് അതിലും അപ്പുറമായി യേശുവിന്റെ സ്നേഹം. ആ യേശുവിന്റെ സ്നേഹത്തിലേക്ക് എന്റെ തലമുറ മാറാനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ സന്നിധിയിലേക്ക് അവരെ വിട്ട് ഈ പ്രതികൂലത്തിന്റെ മധ്യയിലേക്ക് അവരെ വിടുന്നതിന്റെ കാര്യമോ യേശുവിന്റെ സ്നേഹം ഞാൻ അനുഭവിക്കുന്നത്. മക്കളെ ഞാൻ സ്നേഹിക്കുന്ന അപ്പുറമായി എന്റെ യേശുവിന്റെ സ്നേഹം ഞാൻ അനുഭവിക്കുന്നു. എനിക്ക് സ്തോത്രം ജാതി മതമല്ല, ഞങ്ങൾ വ്യക്തിഗത പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യനെ സ്നേഹിക്കാൻ കർത്താവ് പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ജാതി മതമല്ല, വ്യക്തികളെ സ്നേഹിക്കാൻ ബൈബിൾ പഠിപ്പിക്കുന്നു. സ്നേഹമാണ് പഠിപ്പിക്കുന്നത്. ഒരു ദ്രോഹമല്ല പഠിപ്പിക്കുന്നത്. ദ്രോഹമാണ് പഠിപ്പിക്കുന്നത്, സ്നേഹമാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഇന്ത്യക്കകത്തുള്ള അന്ധവിശ്വാസങ്ങളെ എടുത്തു മാറ്റാനാണ് പഠിപ്പിക്കുന്നത്. മനുഷ്യൻ അന്ധവിശ്വാസം പഠിപ്പിച്ച് അവരെ പാപം ചെയ്യിച്ച് അവരുടെ നന്മകളെ തോർത്തുകൊണ്ടിരിക്കുന്ന ആ അന്ധവിശ്വാസത്തെ തകർത്തു മാറ്റുന്നവനാ ദൈവത്തിന്റെ വചനം പഠിക്കുന്നവൻ. അപ്പൊ ബൈബിൾ പഠിക്കുമ്പോൾ അവന് മനസ്സിലാവും, ഈ ഇത്രയും നാളും അവൻ പഠിച്ചതും കണ്ടതും എല്ലാം അന്ധവിശ്വാസം. അതാ അവന്മാർക്ക് കളയാൻ പറ്റുന്നത്. കാര്യം ഇത് വെച്ച് അവന്മാർ മുതലെടുത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന അതിനെ ആര് തകർത്തുകൊണ്ടിരിക്കുന്നത്? അമികളിലെ കർത്താവിനെ അറിയുന്ന ദൈവമക്കൾ തകർത്തുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം പുറത്തു വരും. ഇത് മുതലാക്കിക്കൊണ്ടിരിക്കും, അവര് പുറത്തു വരും. സ്തോത്രം. അതാ യുവന്മാർക്ക് എന്ത് ചെയ്യുന്നത്? ഇഷ്ടപ്പെടാത്ത കാര്യം. ഞാൻ പറഞ്ഞു, 3 മക്കളോട് പറഞ്ഞു, 3 മക്കളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിടും. കർത്താവിന്റെ വേലയ്ക്ക് പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞ് എനിക്കെത്തില്ല, ഒരു പേടിയില്ല. കാര്യം ഞാൻ അതിലും കൂടുതൽ ആരെ സ്നേഹിക്കുന്നു? എന്റെ കർത്താവിന്റെ സ്നേഹത്തെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് അവരെ മറ്റൊരു രീതിയിലോട്ട് ഇവര് ജനിക്കുന്ന മുമ്പേ, കല്യാണം കഴിക്കുന്ന മുമ്പേ തന്നെ ദൈവം പറഞ്ഞു, എനിക്ക് എത്ര തലമുറയുണ്ട്, എന്റെ കുടുംബം എത്ര, ആ കുടുംബം മുഴുവനും ആർക്ക് വേണ്ടി ജീവിക്കും? കർത്താവിന് വേണ്ടി ജീവിക്കും. മരിക്കുവാണെങ്കിൽ കർത്താവിന് വേണ്ടി, ജീവിക്കുവാണെങ്കിൽ കർത്താവിന് വേണ്ടി. അതിനാദ്യം ഞങ്ങളെ ഒരുക്കണം. അന്ന് മുതൽ പ്രാർത്ഥിക്കുന്നുണ്ട്. കല്യാണം കഴിക്കുന്ന മുമ്പേ പ്രാർത്ഥിക്കുന്നു. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴും ആ പ്രാർത്ഥന തന്നെ, കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോഴും ആ പ്രാർത്ഥന തന്നെ. അതുകൊണ്ട് അവരുടെ റൂട്ട് അപ്പോഴേ തീരുമാനിച്ചു വെച്ചേക്കുന്ന ആർക്കുള്ളതാ? ദൈവത്തിന് വേണ്ടി ജീവിക്കണം.
സ്തോത്രം. ദൈവത്തിന് വേണ്ടി ജീവിക്കണം. സ്തോത്രം. അപ്പോഴും എനിക്കറിയാം ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്ത് പ്രതികൂലമാ, ഇനി പ്രയാസങ്ങളുണ്ട്. പക്ഷെ അവരെ അപ്പോഴും വിളഞ്ഞു വിടുക. എന്തുവാ? സ്തോത്രം. നിങ്ങൾ അതിനകത്ത് തന്നെ നിൽക്കട്ടെ, ഉറച്ചിരിക്കട്ടെ, ബലപ്പെട്ട് മുന്നോട്ട് പോയിട്ട് ആർക്ക് വേണ്ടി പ്രയോജനപ്പെടണം? കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. സ്തോത്രം. അവരെ കഴിഞ്ഞ ദിവസം സ്തോത്രം ഞാനും സുന്ദരായിട്ട് സംസാരിച്ചുകൊണ്ടപ്പോൾ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് ഇതിന്റെ പത്ത് ഞാൻ ഇത് പറഞ്ഞു, നിന്റെ എല്ലാം ഭാവിക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിച്ചു. നിന്റെ എല്ലാം ഭാവിക്ക് വേണ്ടി ഇരുന്നിട്ടൊന്നും കുത്തി ഇരുന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. നല്ല കുടുംബജീവിതം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചോ, നല്ല തുണയെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. സ്തോത്രം. അതല്ലാതെ നീ എല്ലാം നിന്റെ ഇഷ്ടപ്രകാരം ചെയ്തിട്ട് നാളെ കുറച്ചു കാലം ജീവിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു കല്യാണം നടത്താനും വീണ്ടും നിന്റെ കൂടെ അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ കൂടെ നിൽക്കാനോ ഞങ്ങൾ വരും. അങ്ങനെയുള്ള വാസുമാർ ഒരുപാട് കാണും, അപ്പനും അമ്മയും കാണും. പക്ഷെ നമ്മൾ നിൽക്കത്തില്ല. കാര്യം എന്തുവാ? വചനത്തിന് വിപരീതമായ ഒരു വ്യവസ്ഥ ഇല്ല. ദൈവം ഒന്നിപ്പിച്ചതിനെ മനുഷ്യന് വേർതിരിക്കാൻ പറ്റൂ. സ്തോത്രം. ദൈവത്തെ അറിയുന്ന മുമ്പേയുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്, ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ദൈവം ഒന്നിപ്പിച്ചതിനെ ഒരു മനുഷ്യന് വേർതിരിക്കുവാനുള്ള അധികാരമില്ല. അങ്ങനെ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒന്നിപ്പിച്ചത് ആരെ വേണ്ടിയാണ്? നിന്റെ ബുദ്ധി പ്രകാരം. അതിനെ ഒരിക്കലും ആരും യോജിപ്പിക്കത്തില്ല. ആർക്ക് ചെറിയ കൂട്ടരെ വേണ്ട, വലിയ വലിയ കൂട്ടരെ വേണ്ട. തുണയായിട്ട് തെരഞ്ഞെടുക്കുന്നത് അന്നാ ശരി പാസ്റ്ററിന്റെ മോള, അമ്മ നല്ലവണ്ണം ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന, ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു സ്തോത്രം ഒരു പയ്യനെ വിളിച്ചു കൊടുക്കാം. മോൻ കാനഡയിലാണോ, ലണ്ടനിലാണോ, മോൻ ജർമ്മനിലാണോ, മോന് പൊതുസ്വത്തുണ്ടോ, മോന് മാമികാലി സ്തോത്രം നാട്ടിൽ വല്ലതും ഉണ്ടോ, എല്ലാം തിരക്കിന്റെ പറയുന്നൊരു പ്രസംഗമെല്ലാം കേട്ട് കഴിഞ്ഞാൽ പോവാ. പ്രസംഗമെല്ലാം കേട്ട് കഴിഞ്ഞാൽ പോവാ. സ്തോത്രം. ഹല്ലേലൂയ. നേരെ തീരെ പ്രസംഗിക്കുന്നു. പക്ഷെ പ്രവൃത്തി എന്തുവാ? ഇനി ഇവന്റെ എല്ലാം തലമുറ പോകാതിരിക്കൂ. ഇവന്റെ തലമുറയ്ക്കകത്തല്ല ഇങ്ങനെ വിഷയങ്ങൾ വരാതിരിക്കൂ. സ്തോത്രം. ഉണർവുണ്ടാവൂ. തലമുറ നശിച്ചു പോകത്തില്ലയോ? എന്തിനു നോക്കി? ലോകത്തെ നോക്കി ഓടി. സ്തോത്രം. ലോകക്കാരനാവാനല്ല കർത്താവ് വിളിച്ചത്. ആരെ നോക്കി ഓടാനാ? ദൈവത്തെ നോക്കി ഓടാനാ. ഇന്ന് പിടിയിരിക്കുന്ന ദൈവമക്കളെ ഞാനൊരു കാര്യം ചോദിച്ചു. നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞ കാലം മുതൽ ഈ നിമിഷം വരെ നിങ്ങൾക്ക് ദൈവം നന്മയല്ലാതെ തിന്മ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ദൈവം നന്മയല്ലാതെ തിന്മ എന്തെങ്കിലും നിങ്ങളുടെ കുടുംബത്തിനകത്തോ, നിങ്ങളുടെ തലമുറയുടെ ജീവിതത്തിനകത്തോ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്തോ ദൈവം തിന്മയായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? നന്മ മാത്രമേ നിങ്ങൾ തന്നിട്ടുള്ളൂ. ഇത് വളരെ വ്യക്തിപരമായിട്ട് ഞാൻ വിളിച്ചു പറയുക, വ്യക്തിപരമായി നിങ്ങളോട് ചോദിക്കുക, സഭയോട് ചോദിക്കുക. ഞാൻ ഈ സോഷ്യൽ മീഡിയക്കകത്ത് ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നൊരു ഭാഗവും ഇവന്മാരിങ്ങോട്ട് വന്നിട്ട് ഇവന്മാരുടെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഒരു സിസ്റ്റർ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ഹല്ലേലൂയ വിളിക്കാൻ തുടങ്ങി. ഒരു വട്ടം ഒരു ഹല്ലേലൂയ അങ്ങോട്ട് പറഞ്ഞപ്പോഴേ സിസ്റ്ററിന്റെ പുറകെ ഇന്നവരെല്ലാം അങ്ങോട്ട് ഹല്ലേലൂയ പറയാൻ തുടങ്ങി. ദൈവത്തെ ആരാധിക്കുന്ന ഹല്ലേലൂയ പറഞ്ഞു. ഇവന്മാര് 100 പേരുണ്ടെങ്കിൽ അവരെ കൂടിപ്പോയി 10-15 പേരേ ഉള്ളൂ. പക്ഷെ 100 പേരുടെ ശബ്ദം അവിടെ അടയാൻ തുടങ്ങി. അതാണ് ദൈവത്തിന്റെ ഹല്ലേലൂയയുടെ മഹത്വം. ഞാൻ ഓർക്കുക, സിസ്റ്റർ യഥാർത്ഥമായിട്ട് ദൈവത്തെ രുചിച്ചറിഞ്ഞ സിസ്റ്റർ, ദൈവത്തിന്റെ മഹത്വം രുചിച്ചറിഞ്ഞ സിസ്റ്റർ. കാര്യം എന്തുവാ? സ്തോത്രം. യേശുവിനെ ഉയർത്തുന്നിടത്ത് യേശുവിനെ ഉയർത്തി. അല്ലാതെ യുവമാരെ കണ്ടെത്തിയിട്ടില്ല, മുട്ടിടിച്ച് പേടിച്ചു പോയൊന്നുമില്ല. അവിടെ ആരെ ഉയർത്തി? കർത്താവിനെ ഉയർത്തി. സ്തോത്രം. ഇന്ന് പ്രിയ മക്കളെ, ദൈവം നമ്മളെ വേർതിരിച്ചു വിളിച്ചു. സ്തോത്രം. കർത്താവ് ഒരു ഉപമ പറയും, കല്യാണ വിരുന്നിലേക്ക് അനേകരെ ക്ഷണിച്ചു. പക്ഷെ വിരുന്നൊരുങ്ങി വിളിച്ചവരാരും വന്നില്ല. എന്ന് അതേപോലെ നമ്മൾക്ക് ഒരു യോഗ്യതയില്ലായിരുന്നു. നമ്മളായിട്ട് യോഗ്യതയുള്ളവരെല്ലാം കർത്താവ് വിളിച്ചു. അവരൊന്നും എവിടെ വന്നില്ല? വിരുന്ന് സ്ഥലത്ത് വന്നില്ല. വിരുന്ന് അനുഭവിക്കാൻ വന്നില്ല. അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് നമ്മൾ.
വിളിയില്ലാത്തവരാണ്. വിളിയൊന്നും കേട്ടവരല്ല, കുറിയൊന്നും ഇല്ല. നമുക്ക് വലിയ പാരമ്പര്യം പറയാനൊന്നുമില്ല. നമ്മുടെ അപ്പൂപ്പൻ ആ കർത്താവിനെ കണ്ടു, അല്ലെങ്കിൽ ഈ സ്തോത്രം വലിയ പാരമ്പര്യങ്ങൾ പറയാനൊന്നും നമുക്കില്ല. പക്ഷേ പാരമ്പര്യങ്ങളിൽ ലഭിച്ച ആൾക്കാർ നമുക്ക് പറയാനില്ലാത്ത നമുക്ക് ആര് തന്നത്? കർത്താവ് തന്നത്. സ്തോത്രം, കർത്താവ് തന്നത്. കല്യാണ വിരുന്നിന് വേണ്ടി രാജാവ് പുത്രന്റെ കല്യാണത്തിന് വേണ്ടി വിളിച്ചവരെ വിരുന്നൊരുക്കിയിട്ട് പറഞ്ഞു, നീ പോയി ചെന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ പോയി ചെന്ന് എന്ത് ചെയ്യണം? വിളിച്ചവർ തന്നെ പറ, വിരുന്നൊരുങ്ങി പെട്ടെന്ന് കയറി വരാൻ പറഞ്ഞു. ആരും സ്തോത്രപാലകീയ വന്നില്ല. 2 വായിക്കും. പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു, എന്റെ മുത്താഴം ഒരുക്കി തീർന്നു, എന്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും വറുത്ത്. സ്തോത്രം. വിരുന്നിനകത്തുള്ള വിഭവങ്ങൾ, വിരുന്നിനകത്തുള്ള ശ്രേഷ്ഠമായുള്ള സാധനങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. ഇന്ന കാര്യങ്ങളുണ്ട്, എല്ലാം ഒരുക്കി വെച്ചേക്കോ. നിങ്ങൾ വാ, സ്തോത്രം, ഹല്ലേലൂയ. അല്ല ചുമ്മാ ചായയും ബിസ്ക്കറ്റും തന്നു വിടുവല്ല. ഇവിടെ വലിയ വിരുന്ന ഒരുക്കിയേക്കുന്നു. എന്റെ പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശു സ്വർഗരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കാൻ വന്നു. സ്വർഗരാജ്യം എന്തെന്ന് വെളിപ്പെടുത്താൻ വന്നു. സ്വർഗരാജ്യം അതുവരെ വെളിപ്പെട്ടിട്ടില്ല. പുതിയ നിയമസഭയ്ക്കകത്ത് വരുമ്പോൾ യേശു കർത്താവ് ഇറങ്ങിയെടുത്തെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി? സ്വർഗരാജ്യത്തെ കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങി. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയവരെ കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങി. തെരഞ്ഞെടുക്കപ്പെട്ടവരെ കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങി. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹത്തെ കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങി. ഇന്ന് പകല് ചില അനുഗ്രഹം പ്രാപിക്കാതെ ഇതിനകത്ത് തടസ്സമായി നിൽക്കുന്നുവെങ്കിൽ ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയുക, ഇന്ന് നിനക്ക് സ്പെഷ്യൽ ഡേ ആക്കി തീർക്കുന്ന ഒരു ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ ആത്മാവത്തോട് നീ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. നിന്റെ തലമുറയ്ക്ക് ഒരു സ്പെഷ്യൽ ഡേ ഇന്ന് പകല്. ആ സ്പെഷ്യൽ ഡേ കൈമാറാൻ പോവുക. അതിന്റെ മഹത്വം നീ അനുഭവിക്കാൻ പോവുക. ആ ദൂത് നീ അനുഭവിക്കാൻ പോവുക. അതിന്റെ തടസ്സമായി നിൽക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങള്, പാരമ്പര്യങ്ങളെ, അപ്പൊ നിനക്കെതിരെ നിൽക്കുന്ന, ഭവനത്തിനെതിരെ നിൽക്കുന്ന, നിന്റെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങള് ഇന്ന് യേശു പൊളിച്ചു മാറ്റാൻ പോവുക. യേശുവിന്റെ മറുപടിയോടെ വെളിപ്പെടാൻ പോവുക. നസറേയനായ യേശു ഇന്ന് ദൈവജനത്തെ അനുഗ്രഹിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്നെനിക്ക് സ്പെഷ്യൽ ഡേയാ. അങ്ങനെ പാർട്ടിയില് ഇന്ന് പകലിന്റെ സ്പെഷ്യൽ ഡേയാ. ഇന്നെന്റെ തലമുറയ്ക്ക് സ്പെഷ്യൽ ഡേയാ. എന്റെ തലമുറയ്ക്ക് സ്പെഷ്യൽ ഡേയാ. എനിക്ക് സ്പെഷ്യൽ ഡേയാ. ഇന്ന് പകലിന്റെ കർത്താവിന്റെ തൊട്ടോണ്ടിരിക്കും. ഇന്നത്തെ കർത്താവിന്റെ മക്കൾ നൽകിക്കൊണ്ടിരിക്കുക. ആ ദൈവത്തിന്റെ വെളിപ്പെടൽ എന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടോണ്ടിരിക്കുക. ചില മുൻവിധികൾ പകൽ ഉടയാൻ പോവുക. ചില നിങ്ങളെ പകൽ ഉടയാൻ പോവുക. എന്റെ ഭവനത്തിനകത്തുനിന്നും പുറത്തുനിന്നും എന്നെ നോക്കി പറയുന്നുണ്ട്, നീ എന്തോ കണ്ടോണ്ടാ, യേശുവിനെ കണ്ടോണ്ടാണ്, യേശുവിനെ കണ്ടോണ്ടാണ്, എന്തോ കണ്ടോണ്ടാണ് നീ ഇങ്ങനെ നടക്കുന്നത്, യേശുവിനെ കണ്ടോണ്ടാണ് നടക്കുന്നത്, യേശുവിനെ കണ്ടോണ്ടാണ് നടക്കുന്നത്, എന്റെ യേശുവിനെ കണ്ടോണ്ടാണ് നടക്കുന്നത്. ഇങ്ങനെ പകലിന്റെ ഉള്ളത്തിനകത്ത് തീരുമാനം ഉറക്കരുത്. ആ ബലത്തോടെ നീ അങ്ങോട്ട് പറ, ശത്രുവിന്റെ മുമ്പിൽ നീ പറ, യേശുവിനെ കണ്ടോണ്ടാണ്. Hallelujah. Hallelujah.
സ്തോത്രം സ്തോത്രം സ്തോത്രം. ചിലവര് എന്നോട് പറയാറുണ്ട്, ചിലതിനകത്തെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാതെ എന്തോ കണ്ടോണ്ടാ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, യേശുവിനെ കണ്ടോണ്ട, യേശുവിനെ കണ്ടോണ്ട. സ്തോത്രമാലറിയ. ചിലവര് ചോദിക്കാറുണ്ട്, സ്തോത്രമാല സഭാഹോളായോ വീടായോ എന്തോ കണ്ടോണ്ടാ. യേശുവിനെ കണ്ടോണ്ട. നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഉള്ളതായിരുന്നു, ഇതെല്ലാം നഷ്ടപ്പെടുത്തിയത് കർത്താവിന് വേണ്ടിയാ. കർത്താവിനെ കണ്ടോണ്ട് തന്നെ നീ അടുത്ത സ്റ്റെപ്പ് വെക്കുന്നത്. ആരെ കണ്ടോണ്ടാ? ഞാൻ നിന്നെ കണ്ടോണ്ടല്ല. നിന്നെ കണ്ടായിരുന്നെങ്കിൽ നിന്റെ വീട്ടിൽ ഞാൻ വന്നേ. നിന്നെ കണ്ടായിരുന്നെങ്കിൽ നിന്റെ അടുത്ത് ഞാൻ പോയി യാചിച്ചേനെ. എന്നെ പരിഹസിക്കുന്ന മുൻപിരിക്കുന്ന നിന്റെ വീട്ടിൽ ഞാൻ വന്നു യാചിച്ചേനെ. ബന്ധുക്കളെ വീട്ടിൽ കയറിയേനെ, സഹോദരങ്ങളെ അമ്മ അല്ലെങ്കിൽ കുടുംബക്കാരുടെ വീട്ടുകളിൽ കയറിയേനെ. ഒരിടത്തും കയറാതെ തല ഉയർത്തി പോന്നെങ്കിൽ ആരെ കണ്ടോണ്ടാ? യേശുവിനെ കണ്ടോളാം. ഇത് പകരം പ്രിയ ദൈവമക്കളെ, അങ്ങനെ എന്തെങ്കിലും ഭാരം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഇന്ന് തലമുറയിൽ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ഉണ്ടെങ്കിൽ, ഇന്ന് പകരം നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉറപ്പിച്ചു, ഞാൻ യേശുവിനെ കണ്ടോണ്ട് ഇറങ്ങിയേക്കാം. ഞാൻ യേശുവിനെ കണ്ടോണ്ട് ഇറങ്ങിയിരിക്കുന്നത്. യേശുവിനെ കണ്ടിറങ്ങിയവൻ ലജ്ജിക്കത്തില്ല. യേശുവിനെ കണ്ടിറങ്ങിയവൻ പരിഹസപ്പെടത്തില്ല. യേശുവിനെ കണ്ടവൻ ഭയപ്പെടത്തില്ല. യേശുവിനെ കണ്ടവൻ ഭയപ്പെടത്തില്ല. യേശുവിനെ കണ്ടവൻ ഭയപ്പെടത്തില്ല. ഇത് പകല് സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ പറയാം, അമികളിൽ ഒരു സൈഡിൽ ദൈവജനത്തെ അടിച്ചൊതുക്കാൻ നോക്കിയപ്പോൾ നമ്മൾ കഴിഞ്ഞ നാളുകളെല്ലാം അടിച്ചോടിച്ചു ഓടിപ്പോവായിരുന്നു. ഇന്ന് ഓടിപ്പോകുന്നില്ല, ഇറങ്ങാൻ തുടങ്ങി ദൈവജനം. അങ്ങോട്ട് ഇറങ്ങി, അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി, സ്തോത്രം ചെയ്യാൻ തുടങ്ങി. അവരെല്ലാം പ്ലാൻ പദ്ധതി എന്ത് ചെയ്യും? അടയ്ക്കാൻ തുടങ്ങി. സ്തോത്രം. ആലലിയ സ്തോത്രം. വലിയ വലിയ നേതാക്കന്മാരെന്ന് പറഞ്ഞ ഒറ്റ ഒരുത്തൻ അതിനകത്ത് ഇറങ്ങി. സ്തോത്രം. അനങ്ങത്തിൽ നിന്ന് കൂട്ടിയ നേതാക്കന്മാരെ ഇറങ്ങി. സ്തോത്രം. അനങ്ങത്തിൽ എന്ന് പറഞ്ഞ നേതാക്കന്മാർ ഇറങ്ങി. അനങ്ങത്തില്ല, സ്തോത്രം. അല്ലെങ്കിൽ അനങ്ങുമെന്ന് നമ്മൾ ചിന്തിച്ച പല നേതാക്കന്മാരോട് അനങ്ങിയില്ല. പക്ഷെ അനങ്ങത്തിൽ എന്ന് പറഞ്ഞ ചിലവരെന്ത് ചെയ്തു? അനങ്ങാൻ തുടങ്ങി. സ്തോത്രം. അവർ ചോദിച്ചൊരു ചോദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നീ പഠിച്ചത് ക്രിസ്ത്യൻ കോളേജിലല്ലയോ? നീ ഹോസ്പിറ്റലിൽ പോകുന്നത് ക്രിസ്ത്യൻ കോളേജ്, ക്രിസ്ത്യൻ ഹോസ്പിറ്റലല്ലേ പോകുന്നത്? എല്ലാം നീ ക്രിസ്ത്യനായിട്ട് ചേർന്നാ പോകുന്നത്. നിനക്ക് വോട്ട് കിട്ടിയത് ക്രിസ്ത്യനെ, നീ ക്രിസ്ത്യൻ നിന്നല്ലയോ? നീ ജയിച്ചത് ക്രിസ്ത്യനല്ലയോ? പിന്നെ നിനക്കെന്താ ബൈബിൾ സ്വീകരിക്കുന്നവരെ ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ട്? സ്തോത്രം. എനിക്ക് ആ ചോദ്യങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. ചില സോഷ്യൽ മീഡിയയിൽ ചിലവരെ കൊണ്ട് എഴുന്നേറ്റ് ചോദിച്ചേക്കുന്ന ചോദ്യങ്ങൾ ചില ചതിക്കത്തില്ലെന്ന് പറഞ്ഞ ചില നേതാക്കന്മാരെല്ലാം ചതിച്ചു. ചതിക്കുമെന്ന് ഉദ്ദേശിച്ച പല നേതാക്കന്മാരും എന്ത് ചെയ്തു? അടങ്ങി. സ്തോത്രം. അതുകൊണ്ട് ഒരു വാരിയോടെ ഞാൻ വിളിച്ചു പറയാം, വോട്ട് കൊടുക്കുമ്പോൾ എല്ലാം ഒന്ന് ചിന്തിച്ചേ വോട്ട് കൊടുക്കാവൂ. ഒന്ന് ആലോചിച്ചെല്ലാം വോട്ട് കൊടുക്കാൻ. ആർക്കാ പോയി കുത്തണ്ടേ? ഞാൻ ആരാ എന്താണെന്ന് കണ്ടോണ്ട് എന്ത് ചെയ്യാവും? കുത്താവും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പച്ചയ്ക്ക് പറയാം, BJP എന്ന് പറയുന്ന ഒറ്റ ഒരുതരം കുത്തല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. BJP എന്ന് പറയുന്ന ഒറ്റ ഒരുതരം വീടിനകത്ത് കേട്ടല്ലേ? പച്ചയ്ക്ക് പറയുക. ഇതിനകത്ത് നീ എന്റെ തലവേദന ഞാൻ പറയുക. സ്തോത്രം. കാര്യം എന്തുവാ? ഇത്രയും മതഭ്രാന്ത് കൊണ്ടുവരുന്ന അവന്മാർ. സ്തോത്രം. മതഭ്രാന്ത് കൊണ്ടുവരുന്ന അവന്മാർ. ഇന്ത്യക്കകത്തെല്ലാം ജാതി മതങ്ങൾക്ക് ഒരു യോജിപ്പുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. എല്ലാവരും അനുഗ്രഹിച്ചു പോകുന്നവരാ. അല്ലെങ്കിൽ ഇത് ഞങ്ങളെയാണെന്ന് പറഞ്ഞു മതഭ്രാന്ത് കൊണ്ടുവരുന്നവരാ. സ്തോത്രം. ഇതിനകത്ത് വിവരമുള്ളവരൊന്നും ഇവന്മാരുടെ കൂടെ ഇല്ല. ഇവന്മാര് പറയുന്നത് ഹിന്ദുവാണെന്ന്. അപ്പോൾ ഒരാൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു സ്തോത്രം ആ വയനാട് ഭാഗത്താന്ന് തോന്നുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററിനെ പിടിച്ചു കെട്ടിയപ്പോൾ ബഹുമാരികളെ സംസാരിച്ചപ്പോൾ ഒരു ഹിന്ദു വന്നിട്ട് ചോദിച്ചു, ആരടാ ഹിന്ദു? ഹിന്ദുവാ ഹിന്ദു? നിനക്ക് എന്തോ അറിയാം ഹിന്ദുവിനെ കുറിച്ച്? സ്തോത്രം. അവർ ചെയ്യുന്നതിന് നിനക്കെന്തോ വേണം? സ്തോത്രം. അപ്പോഴും ഉമ്മാര് പറഞ്ഞു, ഞങ്ങൾ ഹിന്ദുക്കളാ. നീ എന്തുവാടാ ഹിന്ദു? ഞാനും ഹിന്ദുവാടാ. നീ എന്തുവാ ഹിന്ദു? എവിടാ നിനക്ക് ഹിന്ദുത്വം ഉള്ളത്? സ്തോത്രം. ഞാൻ അപ്പോഴേ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ചോദ്യങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം എന്തുവാ? വിവരമുള്ളവരുണ്ട് ഇതിനാണ്. വിവരമുള്ളവരുണ്ട്. സ്തോത്രം. ഇന്ത്യക്കകത്തെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു സാന്ദ്രമുണ്ട്, യോജിപ്പുണ്ട്, ഒരു ഐക്യത, സമാധാനത്തോടെ പോകുന്നത്. സ്തോത്രം. അവനവന്റെ വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തിന് പ്രാധാന്യം കൊടുത്താ പോകുന്നത്. സ്തോത്രം. സ്തോത്രം. അതിനകത്ത് അമികാലിയ മതഭ്രാന്ത് കൊണ്ടുവരുന്നവനെ സ്വന്തം വോട്ട് ചെയ്ത് നേതാവാക്കാൻ നിർത്തല്ല. സ്തോത്രം. ഒന്ന് ശ്രദ്ധിച്ചോണം, ഇതെല്ലാം ഒന്ന് ചിന്തിച്ചോണം. സ്തോത്രം. തലേ കയറ്റി വെച്ചിട്ട് പിന്നെ ചവിട്ടുമ്പോൾ കൊണ്ടേ പറ്റുള്ളൂ. ഇല്ലയോ? തലേ കയറ്റി വെക്കുന്ന മുമ്പേ ഒന്ന് ചിന്തിക്കണം. സ്തോത്രം. അല്ലെ ആരെയാ തലേ കയറ്റി വെക്കുന്നത്? നമ്മുടെ തലയിൽ ഒരാളേ ഉള്ളൂ, അത് കർത്താവ് യേശുപ്പനാണ്. ആ യേശുപ്പൻ എപ്പോഴും അക്രമമല്ല പറഞ്ഞു തരുന്നത്, സ്നേഹവും സമാധാനവും പറയുന്നത്, സന്തോഷവും പറഞ്ഞു തരുന്നത്. ഇന്ന് പ്രിയ ദൈവമക്കളെ ഓർത്തോർക്ക് സമാധാനം, സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നത് ആരുടെ മാർഗം? കർത്താവിന്റെ മാർഗം. കർത്താവിന്റെ മാർഗം. സ്തോത്രം. കർത്താവിന്റെ മാർഗം ഇത് പൂർണ്ണമായി ഏറ്റെടുത്തു. സ്തോത്രം. ഏറ്റെടുത്തു. പെന്തിക്കോസിനകത്തും ഇതിന്റെ കുറെ നേതാക്കന്മാരുണ്ട്.
സ്തോത്രം. എല്ലാം പിടിച്ചിരുത്തിയിട്ടുണ്ട്. പണ്ടത്തെ പെന്തിക്കോസിലായിരുന്നെങ്കിൽ ആ പണ്ടത്തെ അപ്പച്ചന്മാരെ അടിച്ച് പുറക്കുക. അവിടെ രാഷ്ട്രീയം ഇല്ല, ഒരു പരിപാടിയില്ല പെന്തിക്കോസിനകത്ത്. എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രം ആരാ ഉള്ളൂ? ഒരു രാജാവേ ഉള്ളൂ, കർത്താവായ യേശു പറഞ്ഞു. ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന് കീഴ്പ്പെടുക, മറ്റൊരുത്തന് ദോഷം ചെയ്യാതെ മറ്റുള്ളവനെ സ്നേഹിച്ച് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകുക. അതാണ് ആര് പറയുന്നത്? സ്തോത്രം. നിന്റെ പുതപ്പെടുക്കുന്നവന്, അവൻ നിന്നെ അപകരിക്കുന്നവന് നിന്റെ പുതപ്പൂടും കൊടുക്കാനാ പറയുന്നത്. നിന്നെ ഉള്ള അതുകൂടെ കൊടുത്തേക്കാനാ പറയുന്നത്. സ്തോത്രം. നീ ഒന്നുമില്ലാത്തവനായിട്ട് നിൽക്കേ, നീ വിട്ടുകൊടുത്ത് നിൽക്കേ. സ്തോത്രമാലേ ദൈവം പറയുന്നത് എന്തുവാ? സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നിൽക്കുന്നവനെ ആർക്ക് വേണ്ടത്? കർത്താവിന് വേണം. സ്തോത്രം. ഒരു അടുത്ത വാക്യം ഒന്ന് വായിക്കാം. വിരുന്നൊരുക്കി വിരുന്നിനകത്തുള്ള അമികാലയിലെ വിഭവങ്ങൾ ഓരോന്നായി വർണ്ണിച്ചു പറഞ്ഞു. അന്നത്തെ അവരുടെ അടുത്ത് പറയുക, നിങ്ങൾ ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവരെ വിളിച്ചോണ്ട് പോവാ. സ്തോത്രം. അടുത്തത് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവീനെന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തന്റെ നിരത്തിലേക്കും മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിനും പോയി കളഞ്ഞു. സ്തോത്രം. ഇന്ന് പകല് ദൈവത്തിന്റെ സുവിശേഷം അറിയിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം അറിയിക്കുമ്പോൾ ഇങ്ങനെ അനേകം യോഗ്യമുള്ളെന്ന് കർത്താവ് കണ്ട അനേകരോട് കർത്താവ് ചെന്ന് ദൈവത്തിന്റെ സുവിശേഷം അറിയിച്ചപ്പോൾ, ദൈവത്തിന്റെ വചനം അറിയിച്ചപ്പോൾ അനേകർ എന്ത് ചെയ്തു? ഇതിന്റെ വിടുതലും അത്ഭുതം അടയാളവും വേണം, പക്ഷെ ഇതുമായിട്ടുള്ള ജീവിത രീതി വേണ്ട എന്ന് പറഞ്ഞ അനേകർ ആരെ വിട്ടുപോയി? കർത്താവിനെ വിട്ടുപോയി. നമുക്ക് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കർത്താവിന്റെ ഒരു പ്രാർത്ഥനയ്ക്കകത്ത് 5000 പുരുഷന്മാരുണ്ടായിരുന്നു 5 അപ്പം കഴിക്കുവാൻ. ഇല്ലയോ? 5 അപ്പത്തിനകത്തൊന്ന് പോഷിപ്പിച്ച് 5000 പുരുഷന്മാരെ പോറ്റി. അടുത്ത വചനത്തിനകത്ത് അടുത്ത വരിക്കകത്ത് പറയുന്നു, സ്ത്രീകളും കുഞ്ഞുങ്ങളെ കൂട്ടാതാണ് പുരുഷന്മാരെ മാത്രമായി എണ്ണിയത് 5000 പേരുണ്ടായിരുന്നു. കർത്താവ് യേശുവിനെ പിടിച്ചപ്പോ സ്തോത്രമാലിയ 12 ശിഷ്യന്മാർ എന്ത് ചെയ്തു? ഒരുത്തൻ ഒറ്റിക്കൊടുത്തു. ഒരുത്തൻ എന്ത് ചെയ്യും? 11 പേരും പലയിടത്തായി ചിതറിപ്പോയി. ആര് മാത്രമായി? തമ്പുരാൻ മാത്രമായി. ഇന്ന് പ്രിയരെ മക്കളെ, ആരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം, യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ജയിക്കും. യേശു നിന്റെ കൂടെ ഉണ്ടോ? നിന്റെ പടകിനകത്തുണ്ടോ? നിന്റെ ഭവനത്തിനകത്തുണ്ടോ? നിന്റെ ഹൃദയത്തിനകത്തുണ്ടോ? യേശുവിന് വേണ്ടി നീ ഇറങ്ങി തിരിച്ചെങ്കിൽ ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും, ആരൊക്കെ നിന്നെ അപമാനിച്ചാലും, ആരൊക്കെ നിന്നെ കൈവിട്ടാലും, എന്തെങ്കിലും സ്വപ്നങ്ങൾ നിന്നെ കൈവിട്ടാലും, ദേശം നിന്നെ കൈവിട്ടാലും, നാട്ടുകാരനെ കൈവിട്ടാലും, സുഹൃത്തുക്കളെ കൈവിട്ടാലും, ചർച്ചക്കാരനെ കൈവിട്ടാലും, കൈവിടാത്ത യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, അടിപ്പിടരാ കരന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്നെ ഒന്നിച്ചുവാൻ കഴിയത്തില്ല. അറിയുന്നു, യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ജയം പ്രാപിക്കും. യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആരൊക്കെ കൈവിട്ടാൽ, ആരൊക്കെ ഉപേക്ഷിച്ചാൽ, ആരൊക്കെ തള്ളിയാലും നിന്ദിച്ചാലും പരിഹസിച്ചാലും യേശു നിന്റെ കൂടെ ഉണ്ടോ? നിന്റെ പക്ഷത്തുണ്ടോ? നിന്റെ ഭവനത്തിനകത്തുണ്ടോ? നിന്റെ ജീവിതത്തിനകത്തുണ്ടോ? യേശു നിശ്ചയമായി നിന്നെ മാനിച്ച് പുറത്തു കൊണ്ടുവരും. യേശു നിന്നെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹത്തെ തടയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒരു കാര്യം പറയട്ടെ. ഒരു മനുഷ്യൻ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം ഇല്ലേ? ഒരാൾ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞു, നമ്മളെ അയൽവസ്ഥ നമ്മളെ കുറിച്ച് നല്ല പറഞ്ഞാൽ, നമ്മളെ മുഖത്ത് നോക്കി നമ്മളെ പറ്റി നല്ലതായി, ഇയാൾ നല്ല വ്യക്തിയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടപ്പെടാത്ത ആരും അത് ഇഷ്ടപ്പെടുന്നവൻ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പറഞ്ഞ വ്യക്തി
തിരിച്ചു പറയാൻ ഒരു നിമിഷം, തിരിച്ചു പറയാൻ ഒരു നിമിഷം, മാറി നിന്നിട്ട് തിരിച്ചു പറയാൻ ഒരു നിമിഷം. അല്ലെ നമ്മൾ ചെയ്യുന്നത് ഉപകാരത്തിന് വേണ്ടിയായി ഈ പറയുന്നത്. ആ ഉപകാരം മറന്നുപോകാൻ ഒരു നിമിഷം, ഒരു നിമിഷം. സ്തോത്രം. ഇന്ന് പകല് പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശുപ്പൻ സ്തോത്രം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ മനുഷ്യന്റെ സാക്ഷ്യത്തിനാണ് സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ സാക്ഷ്യത്തിനാണ്. ഇന്ന് പകല് ദൈവമക്കളെ നോക്കി, ദൈവസഭയെ നോക്കി ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നതാണ്. ഇന്ന് നമ്മൾ ഇറങ്ങി തിരിച്ചത് യേശുവിന്റെ സാക്ഷ്യത്തിന് വേണ്ടിയാണ്. നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് യേശുവാണ്. നല്ലവനാണോ അമികാല, തിന്മ ചെയ്യുന്നവനാണോ നല്ലത് ചെയ്യുന്നവനാണോ എന്ന് പറയേണ്ടത് യേശുവാണ്. അമികാല യേശുവിന്റെ ഉള്ളത്തിനകത്തുണ്ടെങ്കിൽ എനിക്ക് തിന്മ ചെയ്യുവാൻ കഴിയത്തില്ല, എനിക്ക് പാപം ചെയ്യുവാൻ കഴിയത്തില്ല, എനിക്ക് ഒരിക്കലും ഭാവിയായി തീരുവാൻ കഴിയത്തില്ല. ഞാൻ എപ്പോഴും നല്ലത് മാത്രമേ ചെയ്യത്തുള്ളൂ. കാര്യം എന്റെ യേശു എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അത് മാത്രമേ ചെയ്യുവാൻ കഴിയത്തുള്ളൂ, അത് മാത്രമേ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകല് ദൈവത്തിന്റെ ആലോചന മനസ്സിലാക്ക്, ദൈവത്തിന്റെ ദൂതെന്ന് മനസ്സിലാക്ക്, ദൈവത്തിന്റെ വാഗ്ദത്തം മനസ്സിലാക്ക്. എന്റെ യേശുവിന്റെ കൂടെ ഉണ്ടെങ്കിൽ, എന്റെ യേശുവിന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ലത് മാത്രമേ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. എന്റെ യേശുവിന്റെ കൂടെ മതി. യേശു അല്ലാതെ എനിക്ക് മറ്റൊന്നും വേണ്ട. എന്റെ യേശു മാത്രം മതി. യേശു കൂടെ ഉണ്ടെങ്കിൽ നന്മയുണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും. അനുഗ്രഹവും നന്മയുണ്ടെങ്കിൽ ആരൊക്കെ ഉണ്ടാവും? നമ്മളെ ബന്ധുക്കളും കാണും, സ്വന്തക്കാരും കാണും, നാട്ടുകാരും കാണും, എല്ലാവരും കാണും. ഒരു കഷ്ടം വന്നു നോക്കട്ടെ, പ്രതികൂലം വന്നു നോക്കട്ടെ, അവർക്കും ഒരു ബുദ്ധിമുട്ടായി തീരുമ്പോഴേ അവരെന്ത് ചെയ്യും? ഓരോന്ന് വിടാൻ തുടങ്ങും, ഓരോന്ന് തള്ളി പറയാൻ തുടങ്ങും, അവരങ്ങോട്ട് ഉപദേശിക്കാൻ തുടങ്ങും. സ്തോത്രം. ഹല്ലേലൂയ. നന്മ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതെല്ലാം വരും. സ്തോത്രം. നമ്മൾ ആരുടെ ഉപദേശം കേൾക്കാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്? കർത്താവ് യേശുവിന്റെ ഉപദേശം കേൾക്കാൻ. ആ ഉപദേശം കേട്ടവരൊന്നും എന്ത് ചെയ്യത്തില്ല, താന്നു പോയിട്ടില്ല. ആ ഉപദേശം കേട്ടവരെല്ലാം ആര് ഉയർത്തിക്കൊണ്ട്? കർത്താവ് ഉയർത്തിക്കൊണ്ട്. ഇന്ന് ദൈവത്തിന്റെ ഉപദേശം കേൾക്കാൻ നമ്മളെ കാത് ഓർത്തുന്നില്ലെങ്കിൽ വ്യക്തമായി ആര് ഉപദേശിക്കാൻ തുടങ്ങും? കർത്താവ് ഉപദേശിക്കും. ആ ഉപദേശത്തിന് കീഴ്പ്പെടുന്ന അനുസരിച്ച് ആരനുഗ്രഹിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. തലമുറയ്ക്ക് ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധമുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി അവർ ജീവിക്കുന്നെങ്കിൽ അവരെ നിശ്ചയമായി എന്ത് ചെയ്യും? ദൈവത്തിന്റെ ഉപദേശം കേൾക്കും. ദൈവത്തിന്റെ ഉപദേശം അവരെ നന്മയിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ, ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, തിന്മയിലേക്ക് കൊണ്ടുപോകത്തില്ല. ലോകപരമായ ഒരു പാപത്തിനകത്ത് നമ്മുടെ മക്കൾ കാണത്തില്ല, നമ്മുടെ മക്കൾ ആ പേര് കാണത്തില്ല. സ്തോത്രം. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന കാര്യത്തിനകത്തും അവർ കാണും. കാര്യം മാതാപിതാക്കൾ അവർക്ക് വേണ്ടി കരഞ്ഞത് എന്തിനു വേണ്ടിയാ? എന്റെ കുഞ്ഞുങ്ങൾ ദൈവവുമായിട്ട് അടുത്തിരിക്കണം. അങ്ങനെ കരയുന്ന മാതാപിതാക്കൾ അങ്ങനെ നിശ്ചയമായി അവരുടെ മക്കള് ആരുടെ കൂടെ കാണും? സ്തോത്രം. എന്റെ മക്കൾ എന്റെ അടുത്ത് പോയി രക്ഷപ്പെടാൻ വേണ്ടിയല്ല. നമ്മളെ മക്കൾ ആദ്യം ദൈവത്തിന്റെ സരി വന്നാൽ രക്ഷപ്പെടുത്തുന്ന ആരെടുത്തു? കർത്താവ്. കർത്താവ് അനുഗ്രഹിച്ചു. കർത്താവ് പറഞ്ഞതുപോലെ ആദ്യം എന്റെ രാജ്യം അന്വേഷിക്കും, അതോടെ എല്ലാം നിങ്ങൾ കണ്ടെത്തും, അതോടെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനുഭവിക്കാൻ പറ്റും. അപ്പൊ ആദ്യം ആരെ അറിഞ്ഞാൽ മതി? യേശുവിനെ അറിഞ്ഞാൽ മതി. യേശുവിനെ അറിയാൻ വിദ്യാഭ്യാസം ദൈവം കൊടുക്കും, ബുദ്ധി ദൈവം തുറന്നു കൊടുക്കും. യേശുവിനെ അറിയാമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കും, ബുദ്ധി കൊടുക്കും. അവർ ആർക്ക് വേണ്ടി പ്രയോജനപ്പെടും? ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടും. സ്തോത്രം. അടുത്ത വാക്യം ഒന്ന് വായിക്കാം. ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ചു. സ്തോത്രം. ഒരു മിനിറ്റ്. വിരുന്നിന് വിളിച്ചവരെ, വിളിക്കപ്പെട്ടവരെ ക്ഷണിച്ചപ്പോൾ വിരുന്നൊരുങ്ങി വെച്ചു. വിരുന്നിന്റെ വിഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് വിരുന്നിലേക്ക് വിളിച്ചപ്പോൾ അവരെന്നും എന്ത് ചെയ്തില്ല? വന്നില്ല. അതൊന്നും കേട്ടിട്ട് അത്രയും ശ്രേഷ്ഠമായ നന്മകളെ കുറിച്ച്, അനുഗ്രഹങ്ങളെ കുറിച്ച് എല്ലാം അവരോട് പറഞ്ഞിട്ട് അവരതൊന്നും എന്ത് ചെയ്തില്ല? കൂട്ടാക്കിയില്ല. അവരെ എന്തിനെ കൂട്ടാക്കി? ലോകത്തിന്റെ സുഖത്തിനെ കൂട്ടാക്കി, ലോകപരമായുള്ള ജനപ്രകാരമുള്ള നന്മകളെ കൂട്ടാക്കി. ഇന്ന് യേശുക്രിസ്തു സ്വർഗ്ഗത്തെ കുറിച്ചും അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൈവവചനപ്രകാരം ജീവിക്കുന്നവന് ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ട്. അവൻ നിത്യതയെ കുറിച്ചും എല്ലാം വർണ്ണിച്ച് പറയുമ്പോഴും ദൈവജനത്തിന് ഇതൊന്നും അല്ല വേണ്ടത്. ലോകമായിട്ടുള്ള നന്മകളുമാണ്, ലോകമായിട്ടുള്ള ബന്ധമാണ്. സ്തോത്രം. ലോകത്ത് ദൈവം നന്മ തരും, അനുഗ്രഹം തരും, എല്ലാ രീതിയിലും അനുഗ്രഹം തരും. അതിനകത്തൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ആർക്കും തടയാൻ പറ്റത്തില്ല. ഇതെല്ലാം ആര് തരും? ദൈവം തരും. പക്ഷെ നമ്മുടെ ലക്ഷ്യവും നമ്മുടെ റൂട്ടും നമ്മുടെ പ്ലാനും പദ്ധതിയും എല്ലാം ആരുമായിട്ടാണ്? കർത്താവുമായിട്ടാണ്. നമ്മുടെ മെയിൻ ലക്ഷ്യം സ്വർഗമായിട്ടാണ്. നമുക്ക് ദൈവവുമായിട്ട് ജീവിച്ചാൽ മതി, കർത്താവുമായിട്ട് ജീവിച്ചാൽ മതി. അവിടെ സമാധാനം തരും, സമ്പത്ത് തരും, ഉയർച്ച നൽകും, എല്ലാം തരും. ഒരിക്കലും ഇതിന്റെ പിന്നാലെ എന്ത് ചെയ്തില്ല? നമ്മൾ സമ്പത്തിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ലോകത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പോയ പല കാര്യങ്ങളും എന്ത് ചെയ്യണം? കണ്ണടച്ചേ പറ്റും. യഥാർത്ഥമായി നിൽക്കുന്ന ഒരു ഭക്തനെ നിൽക്കാൻ പറ്റും.
ദൈവപൈതൽ നിൽക്കാൻ പറ്റും? ഒരിക്കലും നിൽക്കാൻ പറ്റത്തില്ല. അവനെ പല കാര്യത്തിനകത്തും എന്ത് ചെയ്യണം? അവൻ പാപം ചെയ്തേ പറ്റും, നന്മ ചെയ്തേ പറ്റും. പക്ഷെ ക്രിസ്തുവിനെ നോക്കി ഓടുന്നവന് ദൈവം ഇതെല്ലാം കൊടുത്തോളൂ. നിന്റെ പിന്നാലെ നീ പോകണ്ട, നീ ഇതെല്ലാം നിന്റെ കൂടെ ആരും വന്ന് ചേർന്നോളൂ, ഇതെല്ലാം വന്ന് ചേരുന്ന നീ ചേർക്കണ്ട, കർത്താവ് ഇതെല്ലാം നിനക്ക് തന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, പത്രോസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതെല്ലാം വിട്ട് നിന്റെ പിന്നാലെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നിന്നുകൊള്ളു. കർത്താവ് വന്ന് കഷ്ടത്തോടൊപ്പം 100 മടങ്ങ് പ്രതിഫലം ദൈവം ഞാൻ. അപ്പോഴതിന്റെ അർത്ഥം എന്തുവാ? 100 മടങ്ങ് അല്പ പ്രതികൂലമല്ല, 100 മടങ്ങ് പ്രതികൂലം. നീ എന്തൊക്കെയെല്ലാം എന്റെ നാമത്തിന് വേണ്ടി സഹിക്കുന്നു, എന്തൊക്കെയെല്ലാം എന്റെ നാമത്തിന് വേണ്ടി വിട്ടു, അതെല്ലാം 100 മടങ്ങ് പ്രതിഫലം ആകെ നമുക്ക് വേണ്ടി ആലോചിക്കുന്നുണ്ട് കർത്താവ്. സ്തോത്രം. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചപ്പോ, സ്വർഗരാജ്യത്തെ വിളിച്ചു പറഞ്ഞപ്പോ, സ്നേഹത്തെ കുറിച്ച് വിളിച്ചു പറഞ്ഞപ്പോ, നിങ്ങൾ അമേഷ്ണി പറയുന്നവരാവല്ലേ, നിങ്ങൾ ദുർനടപ്പിൽ പോവല്ലേ, നിങ്ങൾ വ്യഭിചരിക്കരുത്, നിങ്ങൾ കള്ളസത്യം പറയരുത്, നിങ്ങൾ മറ്റൊരുവന്റെ മുതൽ ആഗ്രഹിക്കരുത്, നിങ്ങൾ കബളിപ്പിക്കല്ലേ, ദുഷ്ടത ചെയ്യല്ലേ, ഇതെല്ലാം വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ ചിലവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇഷ്ടപ്പെടാൻ താല്പര്യമില്ല. എന്നാ പറയുന്നത് സത്യമാണ്, ഈ പറയുന്നതാണ് ശരിയെന്നല്ല, ഇതങ്ങോട്ട് ഇഷ്ടപ്പെടാൻ കാര്യമില്ല. കാര്യം എന്തുവാ? ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നവർ, ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളെ നോക്കി പറയുമ്പോഴും ഞങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാൻ തുടങ്ങി? രാജാവ് അയച്ച ദാസന്മാരെ അവരെന്ത് ചെയ്തു? തല്ലി കൊന്നു. അത് തന്നെ ഇപ്പൊ നോക്കിയിരിക്കുന്നത്. ദൈവവചനത്തെ കുറിച്ച് പറയുമ്പോ, ദൈവത്തിന്റെ സുവിശേഷത്തെ കുറിച്ച് പറയുമ്പോ ചിലർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സ്തോത്രം. ഇപ്പം ചില പാസ്റ്റർമാർക്കും ചില വിശ്വാസികൾക്കും അല്ലെങ്കിൽ പുറത്തുള്ള ചിലവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാര്യം എന്തുവാ? ദൈവവചനം കറക്റ്റായിട്ട് പറയാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പറയുന്നത് അവർക്ക് പ്രശ്നമില്ല, പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് പ്രശ്നം. പ്രവൃത്തി ആർക്കും വേണ്ട, പറച്ചിൽ മതി. പറച്ചിലുള്ളവരെ അല്ല ദൈവത്തിന് വേണ്ടത്, പ്രവൃത്തിയുള്ളവർ. ഈ വിളിച്ച സ്തോത്രം, രാജാവ് വിളിച്ച എല്ലാവരും രാജാവായിട്ട് ബന്ധമുള്ളവർ, രാജാവിന്റെ അടുത്ത ആൾക്കാർ, പ്രാധാന്യപ്പെട്ടവരാണ്. പക്ഷേ അവരെ കല്യാണ വിരുന്നിന് വേണ്ടി അവയെല്ലാം ക്ഷണിച്ചു വെച്ച് എല്ലാം ഒരുക്കി വെച്ചിട്ട് വിളിച്ചപ്പോ അവർക്കത് വേണം. അവർക്ക് വേണ്ടത് ആരുമായിട്ടാണ്? ലോകമായിട്ടുള്ള സുഖമാണ്, ലോകമായിട്ടുള്ള സന്തോഷമാണ്. ഇത് തന്നെയാണ് ക്രിസ്തീയ ജീവിതത്തിനകത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളായിട്ട് വിളിച്ചു പറഞ്ഞാലും ആ ദൈവമായിട്ടുള്ള ആഴമായ ബന്ധം വേണ്ട. ലോകത്തിൽ ദൈവം കൊടുക്കുന്ന വിടുതലുകളും അത്ഭുതങ്ങളുമായി അതിനുവേണ്ടി കുറെ പേര് അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തോട് പറ്റിച്ചേരുവാൻ. അപ്പൊ അങ്ങനെ സുവിശേഷം പറയുന്നവരെ, അങ്ങനെ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറയുന്നവരെ, ആ കല്യാണ വിരുന്നിന്റെ ഓരോ വിഭവത്തെയും കുറിച്ച് വലുതായിട്ട് പറഞ്ഞ് രാജാവ് ഒരുക്കിയ ആ വലിയ സൗഭാഗ്യത്തെ കുറിച്ച് പറയുന്നവരെ, ഇതിനകത്ത് വരാൻ താല്പര്യമില്ലാത്തവർക്ക് എന്തില്ല? ഇഷ്ടപ്പെടത്തില്ല. അവരെ എന്ത് ചെയ്തു? ആ ദാസന്മാരെ അവർ തല്ലുകയും കൊല്ലുകയും ചെയ്തു. രാജാവിന് എന്ത് ചെയ്യാൻ തുടങ്ങി? ദേഷ്യം. സ്തോത്രം. അടുത്തത് രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. കണ്ടോ? രാജാവിന് പ്രാധാന്യപ്പെട്ടവരാ. രാജാവ് ഓർത്തത് ഇവരെ ഏറ്റവും കൂടുതൽ പ്രാധാന്യപ്പെട്ടവരാ, ഇവർക്ക് കഴിവുണ്ട്, ഇവരെ എനിക്കുള്ള ജനമാ, ഇവരെന്റെ കൂടെ കാണുമെന്നല്ല ഓർത്തു. പക്ഷെ രാജാവ് വിളിച്ചപ്പോൾ രാജാവ് തിന്മയ്ക്കല്ല വിളിച്ചത്, നന്മയ്ക്കാ വിളിച്ചത്, അനുഭവിക്കാൻ, സന്തോഷം അനുഭവിക്കാൻ, അനുഗ്രഹത്തിലേക്ക് വിളിച്ചത്. ഇവർ ഈ അനുഗ്രഹത്തെ നോക്കാതെ ഇവർ തിന്മ പ്രവർത്തികൾ ചെയ്തപ്പോൾ രാജാവ് എന്ത് ചെയ്തു? സൈന്യത്തെ അയച്ചു, ആ നാടിനെ എന്ത് ചെയ്തു? ചുട്ട് കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. ഇത് തന്നെയാണ് അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്നത്. സ്തോത്രം. ഇന്ന് സംഭവിച്ചാൽ പോയിക്കൊണ്ടിരിക്കുന്നവര് അത് തന്നെ. സ്തോത്രം. വർഷത്തിന് മുമ്പേ ഒരു സായിപ്പും അമേഘാലി സ്തോത്രം പുള്ളി കുടുംബമായി അമേഘാലി സ്തോത്രം കർത്താവിന്റെ വേലയെ വന്നു. ഹോസ്പിറ്റലുകള് അല്ലെങ്കിൽ മറ്റു പാവങ്ങളുടെ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ തുടയ്ക്കാനും യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിന്റെ മഹത്വം പറയാനും എല്ലാമായിട്ട് അമേഘാലിയെ പാവപ്പെട്ട മനുഷ്യൻ സ്തോത്രം അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ സുഖങ്ങളെല്ലാം വിട്ട് ഇന്ത്യക്കകത്ത് വന്നു. അദ്ദേഹത്തിന്റെ മക്കളെയും കാലങ്ങൾക്ക് മുമ്പേ കാറിലിട്ട് ചുട്ടുപോകും. സ്തോത്രം. അവർക്ക് പരാതിയില്ല. ഭാര്യയ്ക്ക് പരാതി, ചുട്ടുപോകും. സ്തോത്രം. കാലങ്ങൾ ശേഷിച്ചപ്പോ ആ നാട് ഇല്ലാത്ത രീതിയിൽ ദൈവം നശിപ്പിച്ചു. ഇന്ന് ഈ സംഭവം ഉണ്ടാകുമ്പോഴും ഈ സംഭവം എടുത്ത് പറയുന്നുണ്ട്. സ്തോത്രം. ദൈവം എല്ലാം വെച്ചിട്ടുണ്ട്. നശിപ്പിക്കുന്ന ഒരു കാലമുണ്ട്. നശിപ്പിക്കുന്ന ഒരു കാലമുണ്ട്. അങ്ങനെ അങ്ങ് വിടത്തില്ല. സ്തോത്രം. സുശേഷ വേലക്കാരെ അമികാലി സ്തോത്രം ചാട്ടവാറ് കൊണ്ടും അമികാലി സ്തോത്രം റോഡിലും എല്ലാം അപമാനപ്പെട്ട സഹോദരിമാരുടെ ഡ്രസ് വലിച്ചു കീറി നഗ്നരാക്കി അവരെ ചാട്ടവാറ് കൊണ്ടും വാളുകൊണ്ടും വടികൊണ്ടും തല്ലി
അമികാലം ഇതിനെല്ലാം സഹിച്ച സഹോദരി സഹോദരന്മാരുടെ കണ്ണുനീരിനെല്ലാം ആര് മറുപടി ചോദിക്കും? കർത്താവ് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. സ്തോത്രം. കർത്താവ് അപ്പൊ അമ്മമാരോടൊക്കെ ഈ സ്തോത്രം ഇപ്പൊ ഒന്നുമില്ലെന്നാ ഇതേപോലെ ചെയ്തത് എന്തുവാ? സ്തോത്രം. സ്വർഗരാജ്യത്തിന്റെ വർണ്ണിച്ച് സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള അമികാല സ്തോത്രം കാര്യങ്ങളെ കുറിച്ച് വർണ്ണിക്കാൻ ആരെന്നും ദാസന്മാരെയൊന്നും അവിടെ വെച്ചിരിക്കുന്ന മൃഗം, അവിടെ വെച്ചിരിക്കുന്ന ആമി ഫുഡ്, ഇതിനെ പറ്റിയെല്ലാം വർണ്ണിക്കാൻ എന്നപ്പോ എന്ത് ചെയ്തു? അവരെ എന്ത് ചെയ്തു? അടിക്കുകയും കൊല്ലുകയും ചെയ്തു. രാജാവ് അവർ ദാസന്മാരെ കൊന്നു എന്ന് അറിഞ്ഞപ്പോ രാജാവ് എന്ത് ചെയ്തു? സൈന്യത്തെ അയച്ചു. ആ ദേശത്തെ ഇവരെ എന്ത് ചെയ്തു? ചുട്ടുകളഞ്ഞു. അതേപോലെ ഇനി സംഭവിക്കും. ഇനി പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാവും. സുഷേരെല്ലാം പറയുന്നത് വലിയ ശുഭമുള്ളതൊന്നും അല്ല. സമാധാനമുള്ളതൊന്നും അല്ല. സമാധാനമായിട്ട് ജീവിക്കുന്നവർ സമാധാനത്തിന് വേണ്ടി കാത്തിരിക്കും. സമാധാനമല്ല ലോകപരമായ അക്രമത്തിന് വേണ്ടി താമസിക്കുന്നവർ അക്രമത്തിന് വേണ്ടി കാത്തിരിക്കും. സ്തോത്രം. അവര് ഇവരുമായിട്ട് എന്ത് ചെയ്യും? ചേരത്തില്ല, ചേർച്ച ഉണ്ടാവത്തില്ല. സ്തോത്രം. ദൈവം ജനത്തെ അയച്ചു. രാജാവ് സൈന്യത്തെ അയച്ചു. ആ ദേശത്തെ ഈ ചെയ്തവരെ എന്ത് ചെയ്തു? ചുട്ട് കളഞ്ഞു. ഇതേപോലെ ഈ കാലങ്ങൾ ഉണ്ടാവാമോ? പ്രതികൂലങ്ങൾ വരാൻ പോവാ. സ്തോത്രം. ഇന്ന് നമ്മുടെ കാലാവസ്ഥകൾ പല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുക. നമുക്ക് പോലും ചിന്തിക്കുന്ന പ്രവചിക്കുന്ന രീതിയിലല്ല കാലാവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥ ഒരു വല്ലാത്ത ലെവലിക്കൊണ്ടിരിക്കുക. ദൈവകോപങ്ങൾ പല രീതിയിലായിട്ട് വന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. പകർച്ചവ്യാധികൾ വന്നു, അനേകം മരിച്ചു, എന്നിട്ടും പഠിക്കുന്നില്ല. സ്തോത്രം. ഓരോ വിഷയങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ഓരോ വിഷയങ്ങൾ ദൈവത്തിന്റെ വചനത്തിനകത്ത് ഓരോന്നും നിവൃത്തിയായിക്കൊണ്ടിരിക്കും. ഇനി പ്രതികൂലങ്ങൾ വരാൻ പോകും. സ്തോത്രം. അടുത്ത വാക്യം വായിക്കാം. ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. ആകയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരൊക്കെയും കല്യാണത്തിന് വിളിപ്പീരെന്ന് പറഞ്ഞു. സ്തോത്രം. കണ്ടോ? പിന്നെ ദാസന്മാരെ അയച്ചു. നിങ്ങൾ എന്ത് ചെയ്യും? വിളിച്ചവന്മാരെന്നും വേണ്ട, അമ്മരെല്ലാം വേണ്ട, അമ്മരെല്ലാം തള്ളിക്കളഞ്ഞു, ചുട്ടുകളഞ്ഞു. അത് കഴിഞ്ഞിട്ട് വഴിത്തലത്തിലേക്ക് സ്വന്തമായ വഴിയിലേക്ക് ആരെ അയച്ചു? ദാസന്മാരെ അയച്ചു. യോഗ്യതയില്ലാത്തവരെവിടെയില്ല കല്യാണ വീട്ടിലേക്ക് വിൽക്കാം. അതിനകത്ത് കിട്ടിയ ഭാഗ്യമാണ് നമുക്ക്, അല്ലയോ? നമുക്ക് എന്ത് യോഗ്യതയുള്ളൂ? ഇപ്പോഴും ദിവസം വന്നിരിക്കുമ്പോൾ ഒരു കുറച്ചു നേരം ഒന്ന് ചിന്തിക്കണം, നമുക്ക് എന്ത് യോഗ്യതയുള്ളൂ? കർത്താവ് നേരത്തെ നമ്മൾ കേട്ടൊരു വചനത്തിനകത്ത് പറഞ്ഞു, എന്തുവാ? എന്നോട് ദൈവം ക്ഷമിക്കണം, ഞാൻ ചെയ്ത തെറ്റ് എന്ത് ചെയ്യണം? എന്നോട് എന്താ ദൈവം ക്ഷമിക്കണമെങ്കിൽ എനിക്കും എന്ത് ചെയ്യണം? ക്ഷമിക്കാനുള്ള കഴിവുണ്ടാകും. എന്നോട് മാത്രം കർത്താവ് ക്ഷമിച്ചാൽ മതിയോ? എനിക്കും എന്തുണ്ടാവണം? ആ ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാവും. ഈ ക്ഷമിക്കാനുള്ള മനസ്സുള്ളത് കൊണ്ടാണ് ഇവരെല്ലാം എന്തൊക്കെ കാണിച്ചിട്ട് മിണ്ടായിരിക്കുന്നത്, കൈകെട്ടിയിരിക്കുന്നത്, സംസാരിക്കാൻ അറിയാവുന്നതുകൊണ്ടല്ല. ക്ഷമിക്കാനുള്ള മനസ്സുള്ളതുകൊണ്ടാണ്. ചീത്ത വിളിക്കുമ്പോൾ നന്ദി വിളിക്കുമ്പോൾ എല്ലാം കേട്ടോണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ബൈബിൾ എടുത്ത ദൈവസ്നേഹം ഉള്ളിനകത്തുണ്ട്. അത് ക്ഷമിക്കാൻ ആർക്കറിയാം? ദൈവജനത്തിന് അറിയാവുന്നത് കൊണ്ടാണ്. സ്തോത്രം. എന്ത് ചെയ്യുന്നേ? ക്ഷമയോട് വരുന്നത്. ഞാനൊന്നും അത്ര ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രതിസന്ധികൾ വരുമ്പോൾ ഇത്ര ക്ഷമിക്കും എങ്ങനെ നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തോട് കഴിഞ്ഞ ദിവസം മുതലൊരു പ്രാർത്ഥിക്കുക, കർത്താവെ കൺട്രോൾ ചെയ്തേക്കാനാണ്. സ്തോത്രം. സ്തോത്രം. കൺട്രോൾ ചെയ്യാനാണ്. സ്തോത്രം. എന്ന് പറഞ്ഞ് ഇങ്ങനെയാണെന്ന് ഭീഷണിയെല്ലാം എടുത്തുന്ന കാണുമ്പോഴും സ്തോത്രം, അല്ലെങ്കിൽ ക്ഷമിക്കുവോ അല്ലെങ്കിൽ സ്തോത്രം മാറിപ്പോവോ എങ്ങനെയാണെന്നോ എനിക്ക് അറിയത്തില്ല. സ്തോത്രം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ആ സമയത്ത് എനിക്ക് ഇരട്ടി ബലവും ശക്തിയും പകരണമേ. സ്തോത്രം. ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതാണ്. സ്തോത്രമാല എന്നെ ഒന്ന് കൺട്രോൾ ചെയ്തേക്കണം. സ്തോത്രം. എന്നെ ഒന്ന് കൺട്രോൾ ചെയ്തേക്കണേ. പ്രൈസലോ. പഴയ ജഡം വരാൻ പാടില്ല. ഞാൻ ആത്മീയാണ്. കാര്യം ഞാൻ യേശുവിനെ ധരിച്ചിരിക്കുന്നത്. യേശു അമികാലിന്റെ സ്തോത്രം. യേശുവിനെ ധരിച്ചെടുത്തത് സ്തോത്രം. യേശുവിന്റെ സ്വഭാവമേ ഉണ്ടാവണം. യേശുവിന്റെ സ്വഭാവം അല്ലാത്ത മറ്റൊരു സ്വഭാവം അവന്റെ മേൽ ഉണ്ടാവാൻ പാടില്ല. സ്തോത്രം. യേശുവിന്റെ സ്വഭാവമേ അവന്റെ മേൽ ഉണ്ടാവണം. സ്തോത്രം. കർത്താവ് അയച്ചു. സ്തോത്രം. രാജാവ് ദാസന്മാരെ അയച്ചിട്ട് പറയും, വഴിയരികെ നിൽക്കുന്നവന്മാരെ എന്തെങ്കിലും അവന്മാർക്ക് കല്യാണം വിരുന്ന് ക്ഷണിക്കപ്പെട്ടതല്ല, വിളിച്ചവരല്ല വന്നത്, ക്ഷണിക്കപ്പെടാത്തവർ, വിളിക്കാത്തവർ കല്യാണ സദ്യയിലേക്ക് വിളിച്ചപ്പോ എന്തെങ്കിലും ചാടി അവന്മാരകത്തു. അതേപോലെ ഓടിക്കേറിയതാണ് നമ്മൾ. നമുക്കൊരു അവസരം കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഓടിക്കേറി. കാര്യം നമ്മൾ കർത്താവിന്റെ സ്പെഷ്യലാണ്. കർത്താവിന്റെ സ്പെഷ്യലായി. കർത്താവിന്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞ പലർക്കും കിട്ടാത്ത സൗഭാഗ്യം ആർക്ക് ലഭിച്ചു? നമുക്ക് ലഭിച്ചു. നമ്മൾ ആ സൗഭാഗ്യത്തിലേക്ക് ഓടിക്കേറി.
ഇന്ന് പകല് പറയുക, നമ്മുടെ ഓരോ ദൈവത്തിന്റെ നന്മകളും നമുക്ക് അർഹതപ്പെട്ടതല്ല, നമുക്ക് അർഹതയ്ക്കും അപ്പുറമുള്ള നന്മകളാണ് ആര് തരുന്നത്? കർത്താവ് തരുന്നത്. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോടെല്ലാം വ്യക്തിപരമായി കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് പറയുന്നത് ഓരോ കുടുംബത്തിനകത്തും വ്യക്തിയുടെ മേലും ദൈവത്തിന്റെ കൈമാറ്റം നടന്നുകൊണ്ടിരിക്കുക, പകർച്ച നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് പകല് തുടങ്ങിയപ്പോഴേ പറഞ്ഞേ, ഇന്ന് സ്പെഷ്യൽ ഡേയാണ്, ഇന്നൊരു സ്പെഷ്യൽ ഡേയാണ്. എന്റെ ദൈവത്തിന്റെ സമയം ഞാൻ സ്പെഷ്യലാണ്. എന്റെ ദൈവം ഇന്ന് എനിക്ക് സ്പെഷ്യലായിട്ട് തരാൻ പോവുക. ഇത്രയും കാലം തന്നതല്ല, ഇത്രയും കാലം ഞാൻ അനുഭവിച്ചതല്ല. എന്റെ ദൈവം എനിക്ക് സ്പെഷ്യലായിട്ട് ഒരു മനുഷ്യന്റെ ബുദ്ധിക്കോ ഒരു മനുഷ്യന്റെ ചിന്തകൾക്കോ അവന്റെ പ്രവൃത്തികൾക്കോ അപ്പുറമായി, ചിന്തിക്കുന്നതിനും അപ്പുറമായി, ബുദ്ധികൾക്ക് അപ്പുറമായുള്ള ഒരു സ്പെഷ്യൽ ഇന്ന് പകൽ എന്റെ ദൈവം തരാൻ പോവുക. Yes, special. ദൈവം ഇന്ന് പകൽ എനിക്ക് സ്പെഷ്യലായിട്ട് തരാൻ പോവുക. സ്പെഷ്യലായിട്ട് തരാൻ പോവുക. സ്പെഷ്യൽ സ്തോത്രം. ഞാൻ പറയാറുണ്ട്, കഴിവുള്ളവർ, ശ്രേഷ്ഠമായുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, സൗന്ദര്യമുള്ളവർ, ആരോഗ്യമുള്ളവർ, ബലമുള്ളവർ, ഒരുപാട് കോണ്ടാക്ട് ഉള്ളവർ, ഇവർക്കൊന്നും ലഭിക്കാത്ത ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചത്. അപ്പൊ നമ്മൾ ആരാ? ദൈവത്തിന്റെ സ്പെഷ്യൽ. നമ്മളെ നാട്ടിൽ കഴിവുള്ള എത്രയോ പേരുണ്ട്, അവരെയൊന്നും തെരഞ്ഞെടുത്തില്ല, നമ്മളെ തെരഞ്ഞെടുത്തത്. സ്തോത്രം. ദൈവം തെരഞ്ഞെടുക്കുവാൻ ദൈവം വിളിച്ച പലർക്കും അതിന് യോഗ്യരായില്ല. വിളിയുടെ അവസാനം വന്നപ്പോൾ എന്ത് ചെയ്തില്ല? യോഗ്യരായില്ല. അവരെല്ലാം ദൈവം തള്ളിക്കളഞ്ഞു. ദൈവം രാജാവ് സൈന്യത്തെ അയച്ചിട്ട്, ദാസന്മാരെ അയച്ചിട്ട് പറയുക, ഇനി വഴിതരത്തിരിക്കുന്നവരെ എന്തെങ്കിലും വിളിച്ചോണ്ട് പോവാ. ആ വഴി നിൽക്കുന്നവരെ വിളിച്ചോണ്ട് പോവാ. അവരെ വിളിച്ചു, അവർ ഓടിച്ചു. സ്തോത്രമാണിത്. ഒരു മിനിറ്റ്, വിരുന്നുശാലയിലേക്ക് കയറിയവരുടെ യോഗ്യത കർത്താവോട് പറയും. എന്തു പറയുന്നു? ദുഷ്ടന്മാർ, പാപികൾ, സ്തോത്രം, കുറവുള്ളവർ, തെറ്റുള്ളവർ. പക്ഷെ അവരെല്ലാം തെറ്റും കുറവുകളെല്ലാം തീർന്നു. അതൊന്നും കണക്കിട്ടില്ല. അവരെ കഴിഞ്ഞ കാലം ഒന്നും കർത്താവ് കണക്കിട്ടില്ല. സ്തോത്രം. കല്യാണ വിരുന്നിലേക്ക് അവർക്ക് പ്രവേശനം ലഭിച്ചു. ഇല്ലയോ? നമ്മളെല്ലാം കഴിഞ്ഞ കാലങ്ങൾ കണക്കിട്ട പലപ്പോഴും ദൈവത്തിൽ നമ്മളെ സ്നേഹിക്കാൻ പറ്റൂ. നമ്മൾ എന്തൊക്കെ നന്ദികേട് കാണിച്ചിട്ടുണ്ട്, എന്തൊക്കെ കുറവുകളുണ്ടായിരുന്നു, എന്തൊക്കെ ഭീഷണി ഉണ്ടായിരുന്നു, ദുഷ്ടതയുണ്ടായിരുന്നു, കുശുമ്പുണ്ടായിരുന്നു, അസൂയ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം മാറ്റിയിട്ട ആര് വിളിച്ചത്? കർത്താവ് നമ്മളെ വിളിച്ചത്. ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു. ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു. സ്തോത്രം. യോഗ്യത, ഒരു യോഗ്യതയില്ലാത്ത സ്ഥാനത്തും ആര് കൊണ്ടുവന്നു? കർത്താവ് നമ്മളെ കൊണ്ടുവന്നു. കർത്താവിന്റെ പാദമെടുത്തിരിക്കുന്നു. സ്തോത്രം. വഴിതരത്തോട് വിളിക്കുമ്പോൾ ഇങ്ങനെയുള്ളവരെ എല്ലാം വിളിച്ചു. പക്ഷേ അതോട് അവരാണും മാറി. അവർ രാജാവിന് പ്രാധാന്യപ്പെട്ടവരാണ്. രാജാവിന്റെ സന്ധിക്കകത്ത് രാജാവിനോടൊപ്പം ഇരിക്കുവാൻ പ്രാധാന്യപ്പെട്ട വ്യക്തികളായി അവർ മാറി. സ്തോത്രം. അതിന് യോഗ്യതയുള്ള പലർക്കും ആ ഭാഗ്യം ലഭിച്ചില്ല.
വിവാഹം ലഭിച്ചു. ആ യോഗ്യതയില്ലാത്ത പലർക്കും അതിന്റെ യോഗ്യത ലഭിച്ചു. യേശു നമ്മുടെ മധ്യയിൽ ഇറങ്ങിയപ്പോൾ യേശു 25 വർഷത്തിന് മുമ്പ് നമുക്കായി ഇറങ്ങി വന്നപ്പോൾ കാൽവരി ക്രൂശിൽ കർത്താവ് അവസാനത്തുള്ളിൽ നമുക്ക് വേണ്ടി ഒഴുക്കിയപ്പോൾ പാപികളായ ദുഷ്ടന്മാരായ നമുക്ക് ആ നീതിമാന്റെ ഓഹരി ലഭിച്ചു. നീതിയിലേക്ക് കയറാൻ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ ഭാഗ്യം ആർക്ക് ലഭിച്ചു? നമ്മളെ ദൈവം തിരഞ്ഞെടുത്തു, നമ്മളെ ദൈവം വിളിച്ചു. നമുക്ക് ആ ഭാഗ്യം, ആ സമാധാനം, ആ നന്മ, അനുഗ്രഹം ആര് തന്നു? കർത്താവായ യേശു നമ്മുടെ ജീവിതത്തിനകത്ത് തന്നു. സ്തോത്രം. മറക്കാൻ പറ്റുമോ? ദൈവം നമ്മളെ കരുതിയ കരുതൽ മറക്കാൻ പറ്റുമോ? ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹം നമുക്ക് മറക്കാൻ പറ്റുമോ? ദൈവം നമ്മളെ സ്നേഹിച്ചു. അതിനകത്ത് കർത്താവായ യേശു വന്നു. സ്തോത്രം. നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ എന്തൊക്കെയുണ്ട്? ഫുഡ് മാത്രമല്ല, ഒരുക്കി വെച്ചിരിക്കുന്ന നന്മ മാത്രമല്ല, വസ്ത്രം വരെ ആരൊരുക്കി വെച്ചേക്കുക? രാജാവ് ഒരുക്കി വെച്ചേക്കുക. കർത്താവ് യേശു സ്തോത്രം. രാജാവ് കല്യാണ വിരുന്നിലേക്ക് ക്ഷണിച്ചവർ വരാത്തതിന് കർത്താവ് സ്തോത്രം ക്ഷണിക്കാത്തവരെ ക്ഷണിച്ച് വരുത്തി അവരേക്ക് വസ്ത്രമെല്ലാം ഇട്ട് ഇരുത്തി കഴിഞ്ഞപ്പോൾ കല്യാണ സദ്യയിൽ വന്നവരെ എന്ന് കാണാൻ വേണ്ടി ആര് വന്നു? രാജാവ് വന്നു. യേശുവിനെ വരും നമ്മളെ കാണാൻ. സ്തോത്രം. നോക്കാൻ വന്നപ്പോൾ അതിനകത്ത് ഒരുത്ത എന്തുവാ? കല്യാണ വസ്ത്രം. ഇന്ന് ദൈവസഭയ്ക്കകത്ത് ദൈവവചന പ്രകാരം ജീവിക്കേണ്ടവൻ അനേകം സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഒരുത്തരേ ഉള്ളെങ്കിൽ അനേകരുണ്ട്. എന്തുകൊണ്ട്? ദൈവസഭയ്ക്കകത്തായിരിക്കുന്നത്. വിടുതൽ വേണം, അത്ഭുതം വേണം, ദൈവത്തിന്റെ നന്മ വേണം, ദൈവത്തിന്റെ ഹോളി സ്പിരിറ്റ് വേണം, സ്തോത്രം. പ്രാർത്ഥന വേണം, ആരാധന വേണം. പക്ഷെ ദൈവവചനവുമായി ദൈവജീവിതമായി എന്തില്ല? ഒരു ബന്ധവുമില്ല. അവരെ ആര് വേർതിരിക്കും? കർത്താവ് കല്യാണ സദ്യയിൽ രാജാവ് വന്ന് അമയാലിൽ വേർതിരിച്ചതുപോലെ വസ്ത്രമിടാത്തവരെ വേർതിരിക്കും. സ്തോത്രം. ഒരുക്കത്തോടെ ഇരിക്കാത്തവരെ വേർതിരിക്കും. ഇന്ന് പകരം കർത്താവോട് വരുമ്പോൾ ഒരുക്കമില്ലാത്തവരെ കർത്താവിന് വേണ്ട, ഒരുക്കത്തോട് ഇരിക്കുന്നവരെ കർത്താവിന് മതി. എന്തുവാ? കർത്താവായ യേശുവിനെ എന്നെ വിളിച്ച് വേർതിരിച്ചത്. ആ കർത്താവായ യേശുവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ. യേശുവിനെ പറയുന്നത് ഞാൻ എല്ലാം ചെയ്യും എന്ന് തയ്യാറുള്ളവരെ ആർക്ക് മതി? യേശുവിന് മതി. യേശുവിന് മതി. യേശുവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, യേശുവിന് വേണ്ടി ഞാൻ എല്ലാം ചെയ്യും. പക്ഷേ എന്റെ മക്കളെ, എന്റെ കുടുംബത്തിന്റെ കാര്യം കഴിയട്ടെ ചെയ്യത്തുള്ളൂ എന്ന് പറയുന്നവരെ ആർക്ക് വേണ്ട? യേശുവിന് വേണ്ട. എന്റെ മക്കളെ, എന്റെ കുടുംബത്തെ ആദ്യം ഞാനൊന്ന് എന്ത് ചെയ്തിട്ട് ജർമ്മനിയിലൊന്ന് വിടത്ത്, ലണ്ടനിലൊന്ന് വിടത്ത്. സ്വന്തമാലെ അതിനെല്ലാം ദൈവം എന്നെ സഹായിച്ചാൽ മതി. അതിനെല്ലാം എന്റെ ദൈവം എന്നെ സഹായിച്ചാൽ മതി. സ്വന്തമാലെ വേറെ എന്തെങ്കിലും എന്റെ ദൈവം എന്നെ സഹായിക്കേണ്ട. അവർ പിന്നെ അവരുടെ കാര്യം അവർ നോക്കിക്കോളും. എന്നിട്ട് വേണം ഞാൻ കർത്താവിന്റെ അടുത്ത് വരുന്നതെന്ന് പറയുന്നവരെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. നീ ദൈവത്തെ അറിഞ്ഞ നാള് മുതൽ നീ ദൈവസ്ഥലി വിശ്വസ്തയോട് ഇരിക്കുന്നില്ലെങ്കിൽ നിന്നെ മതി. ആർക്ക്? ഇന്ന് ഞാൻ ഒരു കാര്യം കൂടെ പറയാം ദൈവമക്കളെ. ഇന്ത്യക്കകത്തു നിന്ന് സ്തോത്രം പുതിയ ജനറേഷൻ അല്ല ഇന്ത്യ വിട്ടു പോവുക. ഇന്ത്യ വിട്ട് പല രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നു. സ്തോത്രം. അതിനെല്ലാം കാരണം എന്തുവാ? സ്തോത്രം. കാരണം എന്തുവാ? ഞാൻ കഴിഞ്ഞ ദിവസം സ്തോത്രം ഒരു ഹിന്ദു നായർ കുടുംബത്തിനകത്ത് നായരുടെ അസോസിയേഷൻ എല്ലാം മെയിനായിട്ട് ഒരാളുടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, മക്കളെല്ലാം പോവാ. കാര്യം സ്തോത്രം. പണ്ട് അവർ പറഞ്ഞൊരു വലിയൊരു പോയിന്റ്, അവർ പറഞ്ഞൊരു വലിയൊരു പണ്ട് അമ്പലങ്ങൾ എന്നല്ല പറയുന്നത് സ്തോത്രം ഭക്തന്മാരുടെ കയ്യിലാണ്. ഇന്ന് ജഡീകന്മാരുടെ കയ്യിലാണ്, അബ്കാരിയുടെ കയ്യിലാണ്. സ്തോത്രം. സ്തോത്രം. അങ്ങനെ ലോകപരമായി ചതിച്ചുണ്ടാക്കിയവന്മാരുടെ കയ്യിലാണ്. അവന്മാരായിരുന്നു അതെല്ലാം ഭരിക്കുന്നത്. അപ്പോൾ പുതിയ തലമുറയ്ക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. പുതിയ തലമുറ എന്തുവാ? ഈ ഇവിടെ നിൽക്കുമ്പോൾ ഇത് വേണ്ടത്. യുവന്മാരൊന്നും യോജിക്കാതെ അമ്പലത്തിൽ പോലും കയറാറുന്നില്ല. ആ തലമുറയെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇന്ത്യ വിട്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ നീ ഇവിടെ സെറ്റിൽ ആവുക. സ്വന്തം നിങ്ങളെ കാലം നിങ്ങൾ ഞങ്ങളോട് വരുന്നെങ്കിൽ വാ, അല്ലെങ്കിൽ നിങ്ങളെല്ലാം വിറ്റ് പറക്കി ഞങ്ങളോട് വരുന്നെങ്കിൽ വാ. അതല്ലെങ്കിൽ നിങ്ങളുടെ കാലം വരെ നിങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ട് വരും. മരിച്ചു കഴിഞ്ഞാൽ ഉടനെ എല്ലാം സ്വന്തം പറക്കി വിൽക്കുക. അവർ വരുന്നില്ല. അവർക്ക് വേണ്ട, ഇന്ത്യ വേണ്ട. കാര്യം ഇന്ന് അപ്പൊ അതിന്റെ ഏറ്റവും വലിയ അർത്ഥം എന്തുവാ? ഇന്ന് ഏറ്റവും കൂടുതൽ മ്ലേച്ഛത ചെയ്യുന്നവന്റെ കയ്യിലാണ്. മ്ലേച്ഛത ചെയ്യുന്നവന്റെ കരങ്ങളിലാണ് ഇന്നിപ്പോ ഓരോ കാര്യങ്ങൾ പോയിട്ടുണ്ട്. സഭയെന്തിനാ പോകുന്നത്? സഭയ്ക്കകത്ത് ഭരിക്കുന്നവൻ എന്തുവാ? സ്തോത്രം. ക്ലബിനകത്ത് അംഗമുള്ളവൻ, ലോകപരമായി ലോക ജനം കൂടുന്ന ക്ലബിനകത്ത് അല്ലെങ്കിൽ ലോട്ടറി ക്ലബ് അങ്ങനത്തുള്ള മറ്റുള്ള ക്ലബിനകത്ത്
വെള്ളമടിയും മധ്യമുള്ളതിന്റെ ക്ലബിനകത്ത് അംഗത്വമുള്ളവരാ സഭയ്ക്കകത്ത് ഏറ്റവും പ്രാധാന്യപ്പെട്ടിരിക്കുന്നത്. അവിടെ അംഗത്വമുണ്ട്, ഇവിടെ അംഗത്വം. സ്തോത്രം. സഭയ്ക്കകത്ത് ആരാ ഇരിക്കുന്നത്? ഭക്തനായിരിക്കുന്നത്. ട്രഷറായിട്ട് പിടിച്ചിരുത്തിയേക്കുവാ. സ്തോത്രം. അല്ലെങ്കിൽ സെക്രട്ടറിയായിട്ട് പിടിച്ചിരുത്തിയേക്കുവാ. അവൻ അവിടെ അംഗത്വമുണ്ട്, അവിടെയും പോയി രണ്ടെണ്ണം അടിക്കും, ഇവിടെയും വന്നിരുന്ന് സ്തോത്രം പറയും. അവനെ ഞാൻ പിടിച്ചിരുത്തിയേക്കുന്നത്. അവനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് കല്യാണ വസ്ത്രം ധരിക്കാത്തവനെ. അവനെ, അവന്റെ കുടുംബത്തെ, അവന്റെ തലമുറ നോക്കിയാ പറയുന്നത് കല്യാണ വസ്ത്രം ധരിക്കാത്തവനെ. നിന്നെ ആരാ ഇതിനകത്ത് പിടിച്ചിരുത്തിയത്? യേശു ഇറങ്ങി വരും, സഭയ്ക്കകത്ത് ഇറങ്ങി വരും, ദൈവമക്കളുടെ ഭവനങ്ങളിൽ ഇറങ്ങി വരും, ദൈവജനത്തെ നോക്കും, നോക്കിയിട്ട് പറയും കല്യാണ വസ്ത്രം ധരിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. ദൈവത്തിന് വേണ്ടി വേർതിരിച്ച്, ദൈവത്തിന് വേണ്ടി വേർവിട്ട്, കർത്താവായ യേശുവിന് വേണ്ടി വേർവിട്ട് ജീവിക്കാൻ തയ്യാറല്ലാത്തവനെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. സ്തോത്രം. സഭയ്ക്കകത്തും പള്ളിക്കകത്തും സ്തോത്രം, അതല്ലേ പെന്തിക്കോസ്ത് സഭയ്ക്കകത്തും പള്ളിക്കകത്തും പലയിടത്തായിട്ടും പിടിച്ചിരുത്തിയേക്കുക. ആരെ പിടിച്ചിരുത്തിക്കുക? തിന്മ ചെയ്യുന്നവരെ പിടിച്ചിരുത്തിയേക്കുക. തിന്മ ചെയ്യേണ്ടവൻ ഇരിക്കേണ്ടതല്ല, ആത്മീയൻ ഇരിക്കേണ്ടതാ, ഭക്തൻ ഇരിക്കേണ്ടതാ. സ്തോത്രം. ഹല്ലേലൂയ. അത് ദൈവത്തെ ഭയപ്പെടുന്നവൻ ഇരിക്കേണ്ടത്. ഹിന്ദുവായ ആ ചേട്ടൻ എന്നോട് പറഞ്ഞൊരു വലിയ കാര്യം പറഞ്ഞ എന്തുവാ? സ്തോത്രം. ഇതിനകത്ത് പണ്ട് വ്രതം എടുത്തവർക്കായിരുന്നു ഇതിനകത്ത് സ്ഥാനം. ഇന്ന് അതല്ല. ഇന്നലെ പൈസ ഉണ്ടാകുന്ന ആ സ്ഥാനം. സ്തോത്രം. ഇതെല്ലാം പണത്തിന് കീഴിലായി പോയി. പെന്തിക്കോസ്ത് സഭയ്ക്കകത്തും മറ്റുള്ള സമുദായത്തിനകത്തല്ല ഇത് തന്നെ പ്രശ്നം. എന്തുവാ? മേളിരിക്കുന്നവനെല്ലാം യോഗ്യനല്ല. മേളിലിരിക്കുന്നവനെല്ലാം തിന്മയ്ക്ക് യോഗ്യനാണ്, നന്മയ്ക്ക് യോഗ്യനല്ല, കർത്താവിന് യോഗ്യനല്ല. കർത്താവിന് യോഗ്യനെന്നും ഇത് ആഗ്രഹിക്കുന്നില്ല, ഈ സ്ഥാനം ആഗ്രഹിക്കുന്നില്ല. അവരൊഴിഞ്ഞു പോവുക, അവരൊരു മൂലയിലേക്ക് എന്തെയോ ഒഴിഞ്ഞു പോയിക്കോ. ഇതൊന്നും വേണ്ട. അവർക്ക് മനസ്സിലായി ഇതെല്ലാം എവിടെ പോവാ. പഴയ കാലത്ത് ഇതെല്ലാം ഭക്തന്മാരായിരുന്നു നിയന്ത്രിക്കുന്ന കാര്യം. എന്തുവാ? ഇതെല്ലാം എന്നാലേ ഭക്തിയോട് പോത്തുള്ളായിരുന്നു. ഇന്ന് ഭക്തന്മാരല്ല, ഇന്ന് നിരക്കുന്ന മൊത്തം ജഡീയന്മാരാണ്. അതുകൊണ്ട് എന്തുവാ? ഇന്ന് സഭകളെല്ലാം ജഡീകരിക്കും. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഓർക്കുക, ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിലേക്ക് പോയപ്പോൾ ഇന്ന് പല സഭകളിലും, ഈ ദേശത്തേക്ക് പല സഭകളിലും ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കും. മാസത്തിന്റെ അവസാനം ആദ്യമായിട്ട് ഉപവാസ പ്രാർത്ഥന. ഒരു ഉണർവില്ല. യേശു ക്രിസ്തു ഇറങ്ങി വരുന്ന ആദ്യം എണ്ണം നോക്കിയാൽ വലിയ കൂട്ടമാണ് ഇരിക്കുന്നത്. ഈ 3-4 സ്ഥലത്തൂടെ ഞാൻ പോകേണ്ട വന്നു. വേറെ സ്ഥലമാണ്, വേറെ കാര്യമായിട്ട് ഞാൻ പോയതല്ല. ഞാൻ നോക്കിയപ്പോ ഓരോ ഇടത്തും ലൈറ്റ് ഉണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, ആൾക്കാരുണ്ട്, വാഹനങ്ങൾ കിടപ്പുണ്ട്. പക്ഷെ എന്തില്ല, അകത്തവിടെ എന്തോ നടക്കുന്നതെന്ന് അറിയില്ല. ഒരു കുടുംബ പ്രാർത്ഥന നടക്കുന്നതിന്റെ ഉണർവ് പോലും അവിടെ ഇല്ല. അവിടെ ഇല്ല. പലർക്കും ജഡീയന്മാരിൽ നിന്നാ സംസാരിക്കുന്നത്. ഇതെല്ലാം കണ്ടപ്പോൾ ഞാൻ ദൈവമേ, ഈ ആലയങ്ങൾ ഇങ്ങനെ സ്തോത്രം പെന്തിക്കോസ്ത് സഭ മാത്രമല്ല, മറ്റുള്ള സമുദായം, മറ്റുള്ള ജാതിക്കകത്ത് പോലും ഇന്നിപ്പോ ചോദിച്ചിഹ്നമായിട്ടിരിക്കുക. തലമുറകളെല്ലാം വിട്ടുപോകുന്നതിന്റെ കാര്യം ഇതാ. അവരുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ വിടാൻ തുടങ്ങി. സ്തോത്രം. വിടാൻ തുടങ്ങി. കേരളത്തിന്റെ ഏറ്റവും വലിയ നന്മയുടെ ഉറവ് എവിടുന്ന വരുന്നത്? ഇതെന്റെ വിഷയമൊന്നുമല്ല. ഞാൻ എന്ത് വാക്ക് പറഞ്ഞു, ഇത്രയും പറഞ്ഞുകൊണ്ട് പറയുക. കേരളത്തിനകത്തുള്ള ഏറ്റവും നന്മയുടെ ഉറവ് എവിടുന്ന വരുന്നത്? 15 കുടുംബം എങ്ങനെ രക്ഷപ്പെട്ടെ? കർത്താവിന്റെ കൃപയാണ്. ആ കർത്താവിന്റെ കൃപ എവിടുന്നാ ചെയ്യിപ്പിച്ചേ? വിദേശത്തും അല്ലേ? ദൈവം അവിടെ അത്ഭുതം ചെയ്യിപ്പിച്ചല്ലേ? ദൈവം അവിടെ അയച്ചല്ലേ അത്ഭുതങ്ങൾ ചെയ്ത്? മകളമണിയുടെ മക്കളെ എവിടെ വിട്ട്? വിദേശത്ത്. അപ്പൊ അതിന്റെ അവിടെ ഭരിക്കുന്ന ആരാ? ദൈവത്തിന്റെ കൃപയാ പോയെ, ദൈവത്തിന്റെ എല്ലാം പോയെ. നമ്മൾ ലോകപരമായിട്ട് ചിന്തിച്ചാൽ അവിടെ ഭരിക്കുന്ന ആരാണ്? രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാർ ആരാണ്? മുസ്ലിമാണ്. മുസ്ലിം രാജ്യത്തിനകത്തു നിന്നാണ് കേരളത്തിനകത്ത് മൊത്തം നന്മ വരുന്നത്. എന്നാൽ മുസ്ലിംസിനെ ഇവിടുന്ന് ഓടിക്കണമെന്ന് നടക്കുന്ന കാര്യം. അതാ ചിന്തിക്കേണ്ടത്. നമ്മൾ ചിന്തിക്കേണ്ട പൊട്ടത്തിലോ കേരളത്തിന്റെ ഫുൾ അനുഗ്രഹം കിടക്കുന്ന എവിടുന്ന്? വിദേശത്തിന്റെ ഫണ്ടാ.
നമ്മളെ ദൈവമക്കള്, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ച് ജോലി കിട്ടി അവര് പോയതാ. അവര് കഷ്ടപ്പെടുന്ന പൈസ അവർക്ക് കിട്ടുന്നത്, ദൈവം കൊടുത്തത് അവർക്ക് വഴി. പക്ഷേ ആ രാജ്യം എടുത്ത രാജ്യമാണ്. അവരെ ഫണ്ട്, അങ്ങനെ രാജ്യം ഉണ്ടായത് കൊണ്ടല്ലേ നമുക്ക് ആ ഫണ്ട് കിട്ടിയത്. ദൈവം നമ്മളെ ഇതിനകത്തെല്ലാം മെയിൻ കാര്യം കർത്താവായ യേശു അത്ഭുതം ചെയ്തത്. എങ്കിലും ഞാൻ പറയുക അവരെ തുറക്കണമെന്നാ പറയുന്നത്. അപ്പൊ ആരെയും തുറത്തു എന്നാണ് ഈ പറഞ്ഞേ. എത്ര പേരെ തുറക്കും, ഏതെല്ലാം രീതിയിൽ തുറക്കും? തുറക്കുന്നതല്ല ആർക്ക്? അടിക്ക് വേണ്ടിയാ. ഈ തുറക്കുന്നവർക്ക് തന്നെ അടിക്കുണ്ടോ വേണ്ടിയാ, അല്ലയോ? ഫണ്ട് കേരളത്തിനകത്ത്, സ്തോത്രം, കേരളത്തിനകത്ത് വെള്ളം പൊങ്ങിയപ്പോൾ, കേരളത്തിനകത്ത് സ്തോത്രം ആരാധിക വയനാട് നശിച്ചപ്പോൾ എവിടെ ഫണ്ടെല്ലാം വന്നേ? കൊറോണ വന്നപ്പോ ഫണ്ട് എവിടുന്ന വന്നേ? ഇല്ലയോ? നമ്മൾ ചിന്തിക്കണം. നമുക്ക് ദൈവം തരുന്നതാ. ഈ ദേശം അല്ലെങ്കിൽ അടുത്ത പ്രദേശത്ത് ആരെയും ദൈവം തരും? ദൈവം തരും. സ്തോത്രം. ഗൾഫ് രാജ്യം അല്ലെങ്കിൽ ഇംഗ്ലീഷ് രാജ്യത്തിലേക്ക് ദൈവം കൊണ്ടുപോകും. ഇത് നമ്മൾ പൊതുവെ ഞാൻ സംസാരിച്ചപ്പോ വാക്ക് പറഞ്ഞതേ ഉള്ളൂ. അത് ആത്മീയകരമായിട്ടല്ല, പൊതുവെ ഉള്ള കാര്യമാണ്. സ്തോത്രം. ഒരാളെ ഒരു രാജ്യത്തെ ഒരു രാജ്യം ആശ്രയിച്ച് തന്നെ ജീവിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആശ്രയങ്ങൾ കൊടുത്താൽ ജീവിക്കുന്നത്, അല്ലേ? കഴിവുകൾ നമ്മുടെ രാജ്യത്തുള്ള പിള്ളേരുടെ കഴിവുകൾ അവർ പ്രയോജനപ്പെടുത്തുന്നു. ആ പ്രയോജനം അനുസരിച്ച് നമ്മുടെ രാജ്യത്തിനകത്ത് എന്തുണ്ട്? അതിന്റെ നന്മ വരുന്നുണ്ട്. ഒരു വലിയ BSc നേഴ്സ് പഠിച്ച ഒരു പെൺകുട്ടിക്ക് ഈ കേരളത്തിനകത്ത് ജോലി ചെയ്താൽ മാക്സിമം 25,000 രൂപ കൂടി ജോലി കിട്ടും. ശമ്പളം കിട്ടത്തില്ല. സ്തോത്രം. BSc നേഴ്സ് പഠിച്ചൊരു കൊച്ചാണെങ്കിൽ സ്തോത്രമാല ദൈവത്തിന്റെ കൃപയാൽ വിദേശത്ത് പോയി കഴിഞ്ഞാൽ, കുവൈറ്റിലെല്ലാം പോയി കഴിഞ്ഞാൽ കുറഞ്ഞ 10 ലക്ഷം രൂപ ശമ്പളം. 25,000 എവിടെ കിടക്കുന്നു? 10 ലക്ഷം എവിടെ കിടക്കുന്നു? ഈ ഫണ്ട് എവിടോട്ടാ വരുന്നത്? ഇന്ത്യയിൽ. ഇത് നമ്മൾ ചിന്തിക്കണം. ഇതൊന്നും എന്റെ വിഷയമല്ല. സ്വപ്നം. ഞാൻ രാഷ്ട്രീയക്കാരനും സംസാരിക്കാൻ ഞാൻ കർത്താവിന്റെ നാമത്തിൽ പറഞ്ഞതാണ്. നമ്മളൊന്നും ചിന്തിക്കണം എല്ലാ കാര്യം. അതേപോലെ ഒന്ന് പകരം നമ്മളൊന്നും ചിന്തിക്കണം. കർത്താവ് വരും. കല്യാണ വസ്ത്രം ധരിക്കാത്തവരെ നമ്മളോർക്കും കല്യാണ വിരുന്നിനകത്ത് വസ്ത്രം ധരിക്കാത്തവരും വന്നിരിപ്പുണ്ടല്ലോ. ചിലർ പറയാറുണ്ട് ജീവിക്കാത്തവരും വന്നിരിപ്പുണ്ടല്ലോ. ജീവിക്കാത്തവരാണല്ലോ ഇവിടെ പ്രാധാന്യം പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം നോക്കാൻ ഈ ക്ഷണിച്ചൊരാൾ ഒരു ദിവസം ഇറങ്ങി വരും. ഇത് ക്ഷണിച്ച ആരാ? കർത്താവായ യേശു. ബൈബിൾ പറയുന്നു, ക്ഷണിച്ച രാജാവ് പറഞ്ഞു. രാജാവ് എല്ലാവരും നോക്കി, കൊടുത്ത വസ്ത്രങ്ങൾ കണ്ടു, അവരെ ഇരിപ്പ് കണ്ടു, അവർ കഴിക്കുന്നത് കണ്ടു, എല്ലാം കണ്ടു. രാജാവ് തൃപ്തിപ്പെട്ടപ്പോൾ ഒരുത്തൻ മാത്രം അതിനകത്ത് കല്യാണ വസ്ത്രം ധരിച്ചിട്ടില്ല. യേശുവിന്റെ ഇറങ്ങി ഒരുത്തൻ മാത്രമൊന്നുമല്ല. ഒരുത്തൻ മാത്രമേ കാണൂ കല്യാണ വസ്ത്രം ധരിച്ചത്. സ്തോത്രം. കല്യാണ വസ്ത്രം ധരിച്ചത് ഒരുത്തൻ മാത്രവും, ബാക്കിയെല്ലാം കല്യാണ വസ്ത്രം ധരിക്കാത്ത ടീമുകളാണ്. പറഞ്ഞ പൊരുൾ മനസ്സിലായോ? കർത്താവിന് വേണ്ടി ജീവിക്കുന്നവർ ചിലപ്പോ ചുരുക്കമാണ്. കർത്താവിന് വേണ്ടി ഇതിനകത്ത് കർത്താവിന് വേണ്ടി ജീവിച്ചവർ അതേലും ജീവിക്കാത്ത ഒരു ചുരുക്കമാണ്. വചനത്തിനകത്ത് ഉപമ പറഞ്ഞത് ചുരുക്കം. കർത്താവ് യേശുവിനെ വരും. സ്തോത്രം. കല്യാണ വസ്ത്രം ധരിക്കാത്തവരുടെ അടുത്ത് എന്നിട്ട് കർത്താവ് യേശുവിനെ ചോദിക്കും, സഹോദര നിന്നെ ആരെ ഇതിനകത്ത് ചികിത്സിക്കുക? അവ എടുത്തു. ഞാൻ രാജാവ് പറഞ്ഞല്ലോ വന്നേ. രാജാവിന്റെ ദാസന്മാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കല്യാണ വസ്ത്രം ധരിക്കണമെന്ന് എല്ലാവർക്കും വസ്ത്രം കൊടുത്തൊക്കെ ധരിക്കും. നീ വസ്ത്രമില്ലാതെ ഇതിനകത്ത് എങ്ങനെ? ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു കർത്താവിന്റെ വൈതലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കർത്താവുമായിട്ടൊരു ബന്ധവുമില്ലെങ്കിൽ നീ കല്യാണ വസ്ത്രം ധരിച്ചിട്ടില്ല. കല്യാണ വസ്ത്രം ആരാ തന്നേക്കുന്നത്? കർത്താവ് തന്നേക്കുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ സന്നി വന്നപ്പോൾ എനിക്ക് വസ്ത്രം തന്നിട്ടുണ്ട്. എന്റെ വസ്ത്രം ഊരിയെടുക്കാൻ ആരാഗ്രഹിക്കുന്നില്ല? കർത്താവ് ആഗ്രഹിക്കുന്നില്ല. വസ്ത്രത്തോടെ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്തുവാ? ഞാൻ കർത്താവിന് സ്പെഷ്യലാണ്. ഞാൻ കർത്താവിന് സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഞാൻ കർത്താവിന്റെ സന്നി വന്നത്, കർത്താവിനെ വിളിച്ചത്, വേർതിരിച്ചത്. ഇന്ന് എന്റെ കുടുംബത്തിനകത്ത് എന്റെ മക്കൾ, എന്റെ മരുമക്കൾ, കൊച്ചുമക്കൾ നന്മ അനുഭവിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ വസ്ത്രം ധരിച്ചു വന്നു, അല്ലേ? കർത്താവിന്റെ വസ്ത്രം ധരിച്ചു തീരുമാനമെടുത്തപ്പെടാം. എന്റെ കുടുംബത്തിനകത്ത് അനുഗ്രഹങ്ങൾ വരാൻ തുടങ്ങിയത്. സ്തോത്രം. എന്റെ മക്കളുടെ ദൂതുണ്ടായിരുന്നു, ആ ദൂത് നിവർത്തിയാവാൻ തുടങ്ങിയത് മാതാപിതാക്കളും ദൈവത്തെ അറിയാൻ തുടങ്ങിയപ്പോഴാണ്, അല്ലയോ? ദൈവത്തിന്റെ ദൂത് അങ്ങോട്ട് നിവർത്തിയാവാൻ അല്ലേ? ചേട്ടാ, നമ്മള് മോക്കനുസരിച്ച് മോക്കും മക്കൾ അങ്ങോട്ട് പോകുന്ന കണ്ടപ്പോ അതിന്റെ റൂട്ട് അങ്ങോട്ട് നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോഴോ ദൂത് വന്ന് നമ്മൾ മാറിയെന്നാ വരുമോ? നമ്മളും അതിനകത്ത് അനുഭവിക്കേണ്ടവരാ. അത് കാര്യം എന്തുവാ? നമ്മൾ അനുഭവിക്കേണ്ടവരാ. അനുഭവിക്കേണ്ടവർ എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കണം, ഇല്ലയോ? തരുന്ന ദൈവത്തെ സ്തുതിക്കണം. അതിന് ആ
ഭയപ്പെടാൻ കർത്താവ് ഒരിക്കലും അല്ലാതെ ദൈവത്തെ സ്തുതിക്കാൻ എതിർപ്പ് പറയുകയാണെങ്കിൽ ദൈവം അനുഗ്രഹിക്കുമായിരുന്നു നമ്മളെ മണിയെങ്കിൽ. മരുമക്കൾ വന്നില്ലയോ? സ്തോത്രം. മുരളിച്ചേട്ടൻ വന്നില്ലയോ? അവരതിനെ അനുകൂലിക്കാൻ തുടങ്ങിയപ്പോൾ, സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ, സ്തോത്രം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ദൂതം കൊണ്ട് കംപ്ലീറ്റ് പൂർത്തീകരിക്കാൻ തുടങ്ങി. ദൂത് നിവർത്തിയാകും. ഓർത്തോ, ഇന്ന് പറയുന്നത് ഓർത്തോ, ഓരോന്നും നമുക്ക് ദൂത് നിവർത്തിയാവേണ്ട ചില കാര്യങ്ങൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ചെയ്തിട്ടേ ആര് പ്രവർത്തിക്കത്തുള്ളൂ? അത് താമസം എന്ന് പറയുന്നത്. ചില ദൂത് നമ്മളെ കംപ്ലീറ്റ് ആക്കിയിട്ടായിരിക്കും ആര് തരുന്നത്? ദൈവം തരുന്നത്. നമ്മളെ അതിനകത്തൊന്ന് ഒരുക്കി കഴിഞ്ഞു, നമ്മൾ ഏറ്റു പറഞ്ഞു. സ്തോത്രം. ആദ്യം സ്തോത്രം പൊന്നു വരുമ്പോ അപ്പു പ്രശ്നമായിരുന്നു. ആദ്യം പറഞ്ഞു വിട്ടിട്ട് ഇടയ്ക്ക് വന്ന പ്രശ്നമായിരുന്നു. സ്തോത്രം. കുറച്ച് കഴിഞ്ഞപ്പോ അപ്പു അതിനെ അംഗീകരിക്കാൻ തുടങ്ങി. സ്തോത്രം. അപ്പു പറഞ്ഞു, സ്തോത്രമാരെ നിങ്ങൾ പൊക്കോ. സ്തോത്രം. തീരുമാനം എടുത്തപ്പോൾ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഒന്നല്ല, പലയിടത്തുനിന്ന് വഴികൾ തുറക്കാൻ തുടങ്ങി. പല വഴികൾ തുറക്കാൻ തുടങ്ങി. ഇതെല്ലാമാണ് ദൈവത്തിന്റെ ദൂത്, ദൈവത്തിന്റെ വാഗ്ദത്തം. സ്തോത്രം. ഇന്ന് ദൈവമക്കളെ, കർത്താവ് വരും. കർത്താവ് നമ്മുടെ സഭയ്ക്കകത്ത് ഇറങ്ങി വരും. കർത്താവ് അവയാളിലെ കല്യാണ വസ്ത്രം ധരിച്ചു പോകും. നമ്മൾ വസ്ത്രം ധരിച്ചാണെങ്കിൽ നമുക്ക് എവിടെ പോകാൻ പറ്റും? സ്തോത്രം. എവിടെ പോകാൻ പറ്റും? ഗീതയാണ്ടിക്ക് പല രോഗങ്ങളും പ്രയാസങ്ങളും വന്നു. അവിടെ എല്ലാം റിക്കവർ ചെയ്ത് വിടുതൽ കൊടുത്ത് ആരാ കൊണ്ടുവന്ന്? കർത്താവ്. സ്തോത്രം. കൂടെയുള്ളവർ, ബന്ധുക്കൾ, സ്വന്തക്കാരെല്ലാം ചോദിച്ചു, സ്തോത്രം, അല്ലറിയ അക്കൊക്കെ അസുഖമൊന്നും ഇല്ലയോ? പോകത്തില്ലയോ? എങ്ങും പോകുന്നില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കൊടുക്കുന്നില്ലേ സൗഖ്യം? വിടുതൽ കൊടുക്കുന്നില്ലയോ? നന്മ കൊടുക്കുന്നില്ലേ? സമാധാനം കൊടുക്കുന്നില്ലയോ? ഇന്ന് സാക്ഷ്യത്തിനകത്ത് പറഞ്ഞു, ഞങ്ങൾ വരുന്ന മുമ്പേ, കർത്താവിനെ അറിയുന്ന മുമ്പേ ഞങ്ങൾക്ക് ജോലികളുണ്ടായിരുന്നു, വരുമാനം ഉണ്ടായിരുന്നു. ഇന്ന് പല ജോലിയും ഇല്ല, പക്ഷെ വരുമാനം ദൈവം തരുന്നുണ്ട്. ആരുടെ മുമ്പിൽ കൈ നീട്ടാൻ ഇടവരുത്തരുന്നില്ല, യാചിക്കാൻ ഇടവരുത്തരുന്നില്ല എന്ന ദൈവം എനിക്കായി വഴി തുറക്കുന്നു. സാക്ഷ്യമല്ലയോ? സാക്ഷ്യമാണോ? സ്തോത്രം. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ദൈവത്തിന്റെ പ്രവൃത്തി. ജോലി കാര്യങ്ങളൊന്നുമില്ല, ദൈവം ചെയ്യേണ്ടത് ചെയ്യും. അവയെ നൂലിക്കെട്ടി തരുമോ? നീ വിശ്വസിക്കാൻ നൂലിക്കെട്ടി തന്നെ തരും. എന്റെ വിശ്വാസം അനുസരിച്ച് നൂല് തരത്തുള്ളൂ, കെട്ടി തരത്തുള്ളൂ. കല്യാണ വസ്ത്രം ധരിക്കാത്തവന്റെ അമ്മയെ പ്രതിഫലം എന്താണ്? കല്യാണ വസ്ത്രം ധരിച്ചവന്റെ പ്രതിഫലം നമ്മൾ കേട്ടു. തടിച്ച മൃഗത്തെ അറുത്തു, ആ സന്തോഷങ്ങൾ പങ്കിടുവാൻ കഴിഞ്ഞു. ശ്രേഷ്ഠമായ വസ്ത്രമിട്ടു, ശ്രേഷ്ഠമായ പദവിയിൽ പോയി, ശ്രേഷ്ഠമായ നന്മയിലേക്ക് എല്ലാ ദൈവം കൊണ്ടുവന്നു. ഇനി കല്യാണ വസ്ത്രം ധരിക്കാത്തവനെ അമ്മയെ സംഭവിക്കാൻ പോകുന്ന കാര്യമുണ്ടാകും. കല്യാണ വസ്ത്രം ധരിക്കാത്തവരെ ഇടപെടാതൊന്നും അല്ല വിളിക്കുന്നത്, സ്നേഹിതനാണ് ഞാൻ വിളിക്കുന്നത്. സ്നേഹിതനാണ് അവന് വില കൊടുത്ത. അതാണ് കർത്താവിന്റെ മാർഗം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദ്രോഹിക്കാൻ വരുന്നവനെ നമ്മൾ സഹോദരനാണ് വിളിക്കുന്നത്, സഹോദരിയെന്നാണ് വിളിക്കുന്നത്. അല്ലാതെ ഇളപോടാ അല്ലെങ്കിൽ അവനോട് അവൻ സംസാരിക്കുന്ന അതേ ടൂണിലല്ല നമ്മൾ സംസാരിക്കുന്നത്. കാര്യം എന്തുവാ? നമ്മുടെ യജമാനൻ വേറെയാണ്, അവന്റെ യജമാനല്ല. അവൻ വിശ്വസിക്കുന്ന അവന്റെ പ്രസ്ഥാനം, അവന്റെ രീതിയല്ല നമ്മുടെ രീതി. നമ്മുടെ രീതി കർത്താവ് യേശു എന്റെ ഉള്ളത്തിനകത്തുണ്ട്, യേശുവിനെ ഞാൻ ധരിച്ചിരിക്കുന്നത്. അപ്പോഴെന്റെ സംസാരം രീതിയല്ല അങ്ങനെ ഉണ്ടാവും. സ്തോത്രം. അവന്റെ അടുത്ത് പറഞ്ഞു, സ്നേഹിത, കല്യാണ വസ്ത്രമില്ലാതെ നീ എങ്ങനെ അകത്ത് കയറി? പകല് ചോദിക്കുക, സഭയോട് നോക്കി ദൈവവചന പ്രകാരം, ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം ജീവിക്കാത്ത ദൈവജനത്തോട് പറയുമോ? ദൈവത്തിന്റെ വചനത്തിനും പ്രാർത്ഥനയ്ക്കും എതിരെ നിൽക്കുന്ന, നിന്റെ ഉള്ളിനകത്ത് പ്രാർത്ഥനയ്ക്കെതിരെയുള്ള ചിന്തയായി ജീവിക്കുന്ന നീ, ലോകമായുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന നീ, ലോകത്തിന്റെ ആഡംബരത്തിന്റെ, ലോകത്തിന്റെ സുഖത്തിനകത്ത് പൊളിഞ്ഞ് അതിനകത്ത് അടിമയായി കിടക്കുന്ന നീ ദൈവവൈതൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ ദൈവവൈതലാവുന്നത്? കാര്യം നിൻ ദൈവത്തിന്റെ കല്യാണ വിരുന്നിന് കയറിയിരിക്കണമെങ്കിൽ കല്യാണ വസ്ത്രം ധരിക്കണം. ദൈവവൈതലാണെങ്കിൽ ദൈവം നിന്നെ ധരിപ്പിച്ചിരിക്കുന്ന വസ്ത്രം നീ ധരിക്കാത്ത കാലത്തോളം നീ ദൈവത്തിന്റെ അല്ല. നമ്മളെ മേലെല്ലാം കർത്താവിനെ യേശുവിനെ സ്വീകരിച്ച അപ്പോൾ മുതൽ നമ്മുടെ മേൽ ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രൊട്ടക്ഷനുണ്ട്. നമ്മൾ പോലും കാണാത്ത ഒരു വസ്ത്രം നമ്മുടെ മേൽ ഇട്ടിട്ടുണ്ട്. ഒരു വലയത്തിനകത്താണ് നമ്മൾ നിർത്തിക്കുന്നത്. ഈ വലയത്തിനകത്ത് ആർക്ക് തൊടാൻ പറ്റത്തില്ല, ശത്രുവിന് തൊടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളെ തൊടാൻ പറ്റാത്ത സ്തോത്രം, നമ്മളെ പ്രാണനെ തൊടാൻ പറ്റത്തില്ല. സ്തോത്രം. നമ്മളെ ചിന്തകളെ അമികാലെ സ്തോത്രമാരെ ഡൈവേർട്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്താൽ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അകത്ത് ആരുണ്ട്? യേശുവിനെ ധരിച്ചിരിക്കുന്നത്, യേശു ആയിരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ അടുത്ത് വന്നിട്ട് പറയാ, കല്യാണ വസ്ത്രം ധരിക്കാത്ത സ്നേഹിത, നിന്നെ ആരാണ് അതിനകത്ത് പിടിച്ചു കയറ്റിയിരിക്കുക? ഇന്ന് സഭയ്ക്കകത്ത് ഇതേപോലെ ചില ചോദ്യമായിട്ട് ആര് വരും? കർത്താവ് വരാനുള്ള സമയമായിക്കൊണ്ടിരിക്കുക.
അതിനുള്ളതാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. നമ്മൾ ഓർക്കും രാജ്യത്തോട് എതിർക്കും. അവിടെ ഇവിടെയെല്ലാം അടികളും പകർച്ചവ്യാധി പ്രതികൂലങ്ങളും ഈ സ്തുതിയെല്ലാം നമ്മൾ കേൾക്കും. ഇന്ന് നമ്മൾ കേട്ടോണ്ടിരിക്കുക സമാധാനമില്ലാതെ ഒരു കൂട്ടം ജനം ഓടിക്കൊണ്ടിരിക്കുക. അവിടെ മധ്യയിൽ സമാധാനത്തോടെ യേശുവിനെ സ്വീകരിച്ചതുകൊണ്ട്, യേശുവിനെ വേണ്ടി ജീവിക്കുന്നതുകൊണ്ട്, യേശു പറയുന്നത് കേൾക്കുന്നതുകൊണ്ട് സമാധാനം സന്തോഷം നൽകി നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മളെ പോറ്റിക്കൊണ്ടിരിക്കുക. എങ്കിൽ കർത്താവ് വരും. കല്യാണ വസ്ത്രം ധരിക്കാത്തവരെ ജീവന്റെ പുസ്തകത്തിനകത്ത് പേരെഴുതാത്തവനെ ദൈവം തള്ളിക്കളയും. അടുത്തത് അവന്റെ വാക്ക് മുട്ടി. ആ വാക്കെല്ലാം ഭയങ്കര പ്രൊവൈഡാണ്. അതുവരെ സംസാരിക്കാൻ കഴിവുള്ളവൻ. ഇന്ന് സ്തോത്രം ഞാൻ പറഞ്ഞില്ലയോ, ഒരു യോഗ്യതയില്ലാത്തവനെ പിടിച്ചിരുത്തിയേക്കുന്നത് അതിൽ എവിടെ സ്തോത്രം സഭയുടെ പല സ്ഥാനത്ത് പിടിച്ചിരുത്തിയേക്കുന്നത്. ഇപ്പൊ ഭയങ്കര സംസാരിക്കാൻ കഴിവുള്ളത് കൊണ്ട് അവരെ പിടിച്ചിരുത്തിയേക്കുന്നു. പക്ഷെ യേശു വരുമ്പോഴും ഒരു ചോദ്യത്തിനകത്ത് അവന്റെ വാക്ക് മുട്ടി. അവന് സംസാരിക്കാൻ കഴിവില്ല. അവൻ എവിടെ പോയെന്ന് അറിയത്തില്ല. അവന് ജ്ഞാനവും കാര്യവും എല്ലാം തീർന്നു. അവന്റെ ഇടപാട് ആരെടുത്ത് വന്നപ്പോ യേശു അവന്റെ ഇടപാട് സ്തോത്രം ചോദിക്കുക. എന്നോട് സ്നേഹിത, നിന്നെ ആരായി ഇവിടെ പിടിച്ചിരിക്കുന്നത് കല്യാണ വസ്ത്രമില്ലാതെ? സ്തോത്രം. ആ ചോദ്യത്തിനകത്തല്ല നമ്മൾ കാണുന്നത്. നമ്മൾ കല്യാണ വസ്ത്രം ധരിക്കുന്നതിന്റെ സ്തോത്രം അല്ല, പ്ലാന്റ് പദ്ധതിയിലായിരിക്കണം. ആരുടെ പേര് വരേണ്ടത്? നമ്മൾ ഓരോരുത്തരുടെ പേര് വരണം. ഈ സഭയുടെ പേര് വരണം. അടുത്തത് കല്യാണ വസ്ത്രം ധരിക്കാത്തവനുള്ള പ്രതിഫലം ഇരുട്ടറയിലേക്ക് അവനെ എടുത്തെറിഞ്ഞ അവിടെ എന്തുണ്ടാവും? പല്ലുകടി, കരച്ചിലും. അവിടെ എപ്പോഴും എന്തേ ഉള്ളൂ? നിരാശയും പ്രയാസങ്ങളും. ഇന്ന് കർത്താവ് യേശുവിനെ കണ്ടു നീ ഇറങ്ങി തിരിച്ചപ്പോ എന്റെ ജീവിതത്തിനകത്ത് കണ്ണുനീരുണ്ടെങ്കിൽ ആ കണ്ണുനീര് പൂർണ്ണമായി തുറയ്ക്കുന്ന യേശുവിനെയാണ് ഞാൻ നീ ആരാധിക്കുന്നതെന്ന് ഇന്ന് പകല് തിരിച്ചറിഞ്ഞു. ആ യേശുവിനെ ഞാനും ഇന്ന് ദൈവജനം ആരാധിക്കുന്നത്, കണ്ണുനീരം തുടക്കുന്നത്. പക്ഷേ ഇരുട്ടറയിലേക്ക് വലിച്ചെറിയുമ്പോൾ, കല്യാണ വസ്ത്രം ഇല്ലാത്തവന്റെ അവസ്ഥയിലേക്കാവുമ്പോൾ അവന് കിട്ടുന്നത് എന്തുവാ? പല്ലുകടി, കരച്ചിലും. അതുകൊണ്ടാണ് ഞാൻ ദൈവമക്കളോട് പറയുന്നത്, ഏത് പ്രതികൂലത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക. അല്ലാതെ പുറകുറുക്കല്ലേ. പുറകുറുത്താൽ സ്തോത്രം ദൈവത്തിന്റെ നന്മ പ്രാപിക്കാൻ പറ്റും. പുറകുറുപ്പല്ല എവിടെ ഉള്ള ഇരുട്ടറയില്ല. കല്യാണ വസ്ത്രം ധരിക്കാത്തവൻ പോയി കിടന്നെടുത്താൽ അവിടെ പല്ലുകടി, കരച്ചിൽ, ഈ സ്തോത്രം പുറകുറുപ്പും പ്രയാസമല്ല അവിടെ കിടക്കാനുള്ളവരല്ല നമ്മൾ ദൈവം എവിടെ വിളിച്ച്? ഇരുട്ടറയെന്ന് വിളിച്ചതിലേക്കാണ് നമ്മളെ വിളിച്ചത്. അമ്മ കല്യാണ വസ്ത്രം ഇടുവാൻ യോഗ്യതയില്ലാത്ത നമുക്ക് യോഗ്യത നൽകി കല്യാണ വസ്ത്രം ധരിച്ച് ദൈവം നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വാക്തത്വം, ദൂതും, നന്മയും അനുഗ്രഹവും ദൈവം നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്ക് അത് പൂർണ്ണമായി പ്രാപിക്കാൻ പറ്റും. ഒരു വാക്യം അത് വായിച്ചാൽ സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നേരത്തെ പോലെ പറയുന്നുണ്ട്, വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കുക. വിളിക്കപ്പെട്ട യോഗ്യരായ ഒരുപാട് പേരുണ്ടായിരുന്നു, അവരൊന്നും വന്നില്ല. പക്ഷെ തെരഞ്ഞെടുപ്പിനകത്ത് നമ്മുടെ പേര് വന്നു. നമ്മൾ വഴി കിടന്നവർ, ദുഷ്ടതയുണ്ടായിരുന്നു, പാപമുണ്ടായിരുന്നു, കുറവുകളുണ്ടായിരുന്നു, വീഴ്ചകളുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ദൈവം ക്ഷണിച്ച് നമ്മളെ കല്യാണ വസ്ത്രം ധരിച്ച് ഒരു സൗഭാഗ്യത്തിലേക്ക് ആര് കൊണ്ടുവന്ന് കർത്താവ് പറയുക, വിളിക്കുന്നവർ അനേകരുണ്ട്, പക്ഷെ അതിനകത്ത് ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുക്കപ്പെട്ട മാത്രമാണ് കല്യാണ വസ്ത്രം ധരിക്കുന്നത്. ഇന്ന് സഭയ്ക്കകത്ത് കല്യാണ വസ്ത്രം ധരിക്കാത്തവരും കല്യാണ വസ്ത്രം ധരിച്ചവരുമുണ്ട്. പക്ഷെ അത് തിരിച്ചറിയുന്ന എപ്പോഴാണ്? കർത്താവ് വരും. കല്യാണ വസ്ത്രം ധരിക്കാത്തവനെ എന്ത് ചെയ്യും? ഇരുട്ട് റയിലേക്ക്, പല്ലുകടിയുള്ളവരിടത്തേക്ക്, അവൻ കരച്ചിലുള്ളവരിടത്തേക്ക്, വിടുതലില്ലാത്തടത്തേക്ക് ആര് തള്ളിക്കളയും? കർത്താവ് തള്ളിക്കളയും. സ്തോത്രം. മറ്റവനെ ആര് ചേർക്കും? കർത്താവ് ചേർക്കും. കല്യാണ വസ്ത്രമുള്ളവനെ ആരോടൊപ്പം ഇരിക്കാം? രാജാവിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാം, യേശുവിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാം. യേശു ഇരിക്കുന്നിടത്ത് ദൈവം ആരെ കൊണ്ടുവരും? ഈ കല്യാണ വസ്ത്രം ധരിച്ച, വിളിക്കപ്പെട്ട, തെരഞ്ഞെടുക്കപ്പെട്ട നമ്മളെ കർത്താവ് കൊണ്ടുവരും. എല്ലാവരും എഴുന്നേൽക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് പരിപൂർണമായും ഏൽപ്പിച്ചു കൊടുക്കുക. എന്ന പകല് ആ ദൈവത്തിന്റെ വാഗ്ദത്തവും ദൂതുകൾ നിവർത്തിയാകട്ടെ. ഓരോ കുടുംബത്തിനകത്തും ആ ദൈവത്തിന്റെ ദൂത് നിവർത്തിയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിനകത്തും ഇത് യേശുവിന്റെ മറുപടി വെളിപ്പെടട്ടെ. ഓരോ കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ, കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ, കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ, കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ. ദൈവമേ കർത്താവേ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ, ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാണ് കർത്താവേ, ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാണ് കർത്താവേ. ദൈവമേ PSC പരീക്ഷ ദൈവം ഞങ്ങൾ ഏൽപ്പിക്കുവാണ് കർത്താവേ. ദൈവമേ
പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ മിറക്കിൾ നടക്കട്ടെ. ദൈവത്തിന്റെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നടക്കട്ടെ.